Meet the editors. പാതയിൽ പാളിയോ എന്നാണ് ചോദ്യം. ഉണ്ണിബാലകൃഷ്ണൻ, 2026 ഏപ്രിൽ മാസമാകുമ്പോഴേക്കും അങ്ങ് തലപ്പാടി മുതൽ കേരളത്തിൻ്റെ തമിഴ്നാട് അതിർത്തി വരെ തിരുവനന്തപുരം വരെ നീളുന്ന ദേശീയപാതയുടെ വികസനം, മലയോര പാത, അതേപോലെ തീരദേശപാത, ഇതൊക്കെ തന്നെയാണ് ഇടതുപക്ഷ സർക്കാർ സ്വപ്നം കണ്ട പദ്ധതികളായിട്ടുള്ളത്. NHA ആണ് അതിൻ്റെ നിർമ്മാണമെന്ന് നമുക്കറിയാം. പക്ഷേ അതിൻ്റെ അവകാശവാദം ഒരേ സമയം തന്നെ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഉന്നയിക്കുന്നുണ്ട്. ഫ്ലെക്സ് ബോർഡിൽ പിണറായി വിജയൻ്റെയും നരേന്ദ്രമോദിയുടെയും ചിത്രമുണ്ട്. മുഹമ്മദ് റിയാസിൻ്റെയും നിതിൻ ഗഡ്കരിയുടെയും ചിത്രമുണ്ട്. പാതയിൽ പാളിയോ? പാതയിൽ രണ്ട് തരത്തിലാണ് പാളിയിട്ടുള്ളത്. ഒന്നാമതായി പാതയുടെ നിർമ്മാണത്തിൽ കേന്ദ്ര സർക്കാരിന് പാളി, രണ്ടാമത് പാതയുടെ കാര്യത്തിൽ രാഷ്ട്രീയമായി സംസ്ഥാന സർക്കാരിനും പാളി എന്നുള്ളതാണ് എൻ്റെ ഒരു ഫസ്റ്റ് ടേക്ക് എന്ന് പറയുന്നത്. നോക്കൂ, ഞാൻ ആദ്യം മുതൽ തന്നെ ദേശീയപാത വികസനത്തിന് അനുകൂലമായ നിലപാടെടുത്തിട്ടുള്ള ഒരാളാണ്. എന്തുകൊണ്ടാണത്? ദേശീയപാത വികസനം എന്ന് പറയുന്നത് അനിവാര്യമാണ്. പ്രത്യേകിച്ച് കേരളം പോലൊരു സംസ്ഥാനത്ത് ദേശീയപാത വരുന്നത് വഴി നമുക്കുണ്ടാക്കാൻ കഴിയുന്ന വികസനം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത് ലോകത്തെവിടെയും പാതകൾ വികസിക്കുമ്പോൾ സുഗമമായ യാത്രാ സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതനുസരിച്ച് കൂടുതൽ നേട്ടങ്ങളും വികസനപരമായി മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങളുണ്ടാകും. അത് ചരിത്രത്തിലുടനീളമുള്ള കാര്യമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ നല്ല മികച്ച പാത ഈ സംസ്ഥാനത്തിനുണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. ഇപ്പം നമുക്കറിയാലോ, 2005 മുതൽ ഈ ദേശീയപാത വികസനം എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു വലിയ വിവാദ വിഷയമായിരുന്നു. ഏതാണ്ട് 20 വർഷക്കാലമായിട്ട് ഈ വിവാദം പല രീതിയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിപ്പം അതിൻ്റെ കോമ്പൻസേഷനുമായി ബന്ധപ്പെട്ടാണെങ്കിലും, ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണെങ്കിലും, ടോളിൻ്റെ കാര്യത്തിനകത്താണെങ്കിലും, പരിസ്ഥിതി പ്രശ്നത്തിൻ്റെ കാര്യത്തിനകത്താണെങ്കിലും ഒക്കെ, അതിൻ്റെ വീതി സംബന്ധിച്ചാണെങ്കിലും ഒക്കെ പല തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഇതിനിടയ്ക്ക് 2-3 സർക്കാരുകൾ മാറി വന്നു, ആർക്കും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. എന്നാൽ 2016 അധികാരത്തിൽ വന്ന പിണറായി സർക്കാരിന് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതൊരു ചെറിയ കാര്യമായിട്ട് ഞാൻ കാണുന്നതേയില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 5580 കോടി രൂപ ഈ പറയുന്ന കോമ്പൻസേഷനായി സംസ്ഥാനം കണ്ടെത്തിയെന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമാണ്. അതൊരു ചെറിയ ഇനിഷ്യേറ്റീവ് അല്ല. ഇപ്പം മഹാരാഷ്ട്ര അങ്ങനെ പൈസ കൊടുത്തിട്ടുണ്ട്, ശരിയാണ്. ഹരിയാന അങ്ങനെ പൈസ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ജനസാന്ദ്രതയേറിയ രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേട്ടോ കേരളം. ഇപ്പോൾ കേരളത്തിൻ്റെ ജനസാന്ദ്രത എന്ന് പറയുന്നത് ഒരു പെർ സ്ക്വയർ കിലോമീറ്ററിലോട്ട് എത്രയാണെന്നറിയോ? 850 പേരാണ്. അത് നാഷണൽ ശരാശരി എന്ന് പറയുന്നത് 380 നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ സ്ക്വയർ കിലോമീറ്ററിനകത്ത് താമസിക്കുന്ന ആളുകൾ 555. ഈ പറയുന്ന കർണാടകത്തിൽ 320, ആന്ധ്രാപ്രദേശിൽ 308. കേരളത്തിൽ 850 പേരാണ് ഒരു പെർ സ്ക്വയർ കിലോമീറ്ററിനകത്ത് താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ഈ ഭൂമി ഏറ്റെടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക് ആയിരുന്നു. ആ ടാസ്ക് ഏറ്റെടുക്കാനും അതിനുവേണ്ടി പണം കണ്ടെത്താനും ആ ഭൂമി ഏറ്റെടുത്ത് നൽകാനും ഈ സർക്കാർ കാണിച്ചിട്ടുള്ള ഇനിഷ്യേറ്റീവ് ചെറുതായിട്ട് കാണുന്നില്ല. എന്നാൽ ഇതിനകത്ത് വേറൊരു പ്രശ്നമുണ്ടല്ലോ. ഇടതുപക്ഷ സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? വികസനത്തെ സംബന്ധിച്ച് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത് ജനകീയമായൊരു കാഴ്ചപ്പാടാണ്. അത് മറ്റ് വിഭാഗങ്ങൾ വെച്ച് പുലർത്തുന്ന കാഴ്ചപ്പാടിൽ നിന്ന് ഭിന്നമാണ്. ജനങ്ങൾക്ക് ദുരിതമുണ്ടാക്കുന്ന രീതിയിലുള്ള വികസനത്തെ എതിർക്കുന്നത് കൊണ്ടാണ് അത്തരം കാഴ്ചപ്പാടുകളെ ഇടതുപക്ഷം എന്ന് വിളിക്കുന്നത്. ആ കാഴ്ചപ്പാട് ജനവിരുദ്ധമായ വികസനത്തെ എതിർക്കുന്ന ഏത് കാഴ്ചപ്പാടും ഇടതുപക്ഷമായിട്ടാണ് ലോകം കാണുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇടതുപക്ഷത്തിന് ചില സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ ഈ കാര്യത്തിലുണ്ട്. ഒന്ന്, വികസനം എപ്രകാരമായിരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. 2, നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുണ്ട്. ആ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാട്, വികസനപരമായിട്ടുള്ള കാഴ്ചപ്പാട്, അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിൻ്റെ സ്വാഭാവികതയിലേക്കും അതിൻ്റെ നേട്ടത്തിലേക്കും ഈ സർക്കാർ പോയിട്ടുണ്ടോ എന്ന് കൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. നോക്കൂ, NHAI ആണ്, അതിപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് ഈ ദേശീയപാത ഉണ്ടാക്കുന്നതെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതിൻ്റെ പരിപൂർണമായ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണ്. കേന്ദ്ര സർക്കാരാണ് ഈ പ്രോജക്റ്റ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ഡിസൈൻ ഉണ്ടാക്കുന്നത്, അതിൻ്റെ DPR ഉണ്ടാക്കുന്നത്, അതിന് കോൺട്രാക്ട് കൊടുക്കുന്നത്. ഈ കാര്യങ്ങളിലെല്ലാം സമ്പൂർണ്ണമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന് തന്നെയാണ്. സ്വാഭാവികമായിട്ടും ആ പാതയിൽ വിള്ളലുകൾ വീഴുന്നുണ്ട് എങ്കിൽ, ആ പാത ഒരു പരിസ്ഥിതി പ്രശ്നമായി മാറുന്നുണ്ട് എങ്കിൽ, ആ പാതയിലൂടെയുള്ള യാത്ര മനുഷ്യർക്ക് ഒട്ടും തന്നെ സുരക്ഷിതമല്ലാതായി മാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം NHAIക്കാന്നേ, ആ കാര്യത്തിനകത്ത് ഒരു സംശയവുമില്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താ? എങ്ങനെയാണ് ഇടതുപക്ഷം പ്രതികൂട്ടിലാകുന്നത്? ഞാൻ ആദ്യം സൂചിപ്പിച്ച ഒരു പ്രശ്നമുണ്ട്. ഇതിൻ്റെ പരിസ്ഥിതി പ്രശ്നം അന്വേഷിക്കേണ്ടതായിരുന്നു. എന്താ സംശയം? 850 ആളുകൾ പെർ സ്ക്വയർ കിലോമീറ്ററിൽ ജീവിക്കുന്ന ഒരു സ്ഥലത്ത്, മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്നറിയാമോ? ഇത് ഈ ഫ്രജൈലായിട്ടുള്ള ഇക്കോളജിയാണ് നമ്മുടെന്ന് പറഞ്ഞത്. പശ്ചിമഘട്ടം മാത്രമാണ് ഫ്രജൈൽ എന്ന് വിചാരിക്കേണ്ട, അല്ലെങ്കിൽ ഏതെങ്കിലും മലയോര മേഖലകളും തീരമേഖലകളും മാത്രമാണ് ഫ്രജൈലാണെന്ന് വിചാരിക്കേണ്ട. നമ്മളുടെ ടോട്ടൽ കേരള എന്ന് പറയുന്ന സംസ്ഥാനം ഈ എക്കോളജിക്കലി ഫ്രജൈലാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ 2 അതിവർഷങ്ങൾ നമുക്ക് എന്താ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കിയ സ്ഥിതി എന്ന് പറയുന്നത്? 18-ലും 19-ലും 2 വലിയ മഹാപ്രളയങ്ങളല്ലേ കേരളത്തിലുണ്ടായത്? അതിവർഷം ഉണ്ടാകുന്നൊരു സംസ്ഥാനമാണ് കേരളം. സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഏത് വികസന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആദ്യം പരിശോധിക്കപ്പെടേണ്ടത് പരിസ്ഥിതിയുമായി അതിനുള്ള ബന്ധമാണ്, പരിസ്ഥിതി ആഘാതമാണ്. അക്കാര്യത്തിൽ ഇടതുപക്ഷ സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അത് വെറുതെ NHAIക്ക് അങ്ങോട്ട് വിട്ടുകൊടുക്കുക മാത്രമല്ല, ആ ഡിസൈനും ആ DPR ഒക്കെ പരിശോധിച്ചിട്ട് ഈ പരിസ്ഥിതി ആഘാതം എത്രത്തോളം നമ്മുടെ സംസ്ഥാനത്തെ ബാധിക്കുമെന്ന് അന്വേഷിക്കുവാനുള്ള
കൊണ്ടുവരാനുള്ള സാമൂഹിക ഉത്തരവാദിത്വമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടാണ് ഞാൻ CPM-നെ കാണുന്നത്, ഇടതുപക്ഷത്തെ കാണുന്നത്. ആ പാർട്ടികൾ നേതൃത്വം കൊടുക്കുന്ന സർക്കാരുകൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ആശങ്കയുണ്ടെങ്കിൽ ആ ആശങ്കകൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കണം. അതുമായി ബന്ധപ്പെട്ട എത്ര പഠനങ്ങൾ കേരളത്തിൽ നടന്നു എന്നേ, എത്ര സമരങ്ങൾ കേരളത്തിൽ നടന്നു, അതിനൊന്നും നമുക്ക് ചെറുതായിട്ട് കാണാൻ കഴിയില്ല. ആ സമരങ്ങളും ആ സമരക്കാർ ഉന്നയിക്കുന്ന വിഷയങ്ങളും പരിശോധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരുമായി ചർച്ചകൾ നടത്തുകയും ചെയ്യാനുള്ള സ്വാഭാവിക ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുണ്ട്. അത് സംസ്ഥാന സർക്കാർ നിർവഹിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. നോക്കൂ, ഇപ്പോൾ 26-ലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നമുക്കൊക്കെ അറിയാമല്ലോ, പച്ചയായ യാഥാർത്ഥ്യമല്ലേ. ഈ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ ഇടതുപക്ഷം മുന്നോട്ട് വെക്കാൻ പോയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പ്ലാങ്ക് എന്ന് പറയുന്നത് ഈ ദേശീയപാത വികസനമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ ഈ ഫ്ലെക്സ് ബോർഡുകളൊക്കെ അണിനിരുന്നത്. അതിൻ്റെ അപ്പം അത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റ് അവർക്കുണ്ടായിരുന്നു. ഇതൊരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആയിരുന്നു. സ്വാഭാവികമായിട്ടും ആ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ബൂമറാങ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ ഇതിനകത്തെ രാഷ്ട്രീയ പാളിച്ചയായിട്ട് കാണുന്നത്. അതായത് ഇതുവരെ ഞങ്ങൾ ഒന്നിച്ചു നിന്ന് ചെയ്യുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എങ്കിൽ ഇപ്പോൾ സമ്പൂർണ്ണമായും അത് NHAയുടെയും അതുവഴി കേന്ദ്ര സർക്കാരിൻ്റെയും മാത്രം ഉത്തരവാദിത്വമായിരിക്കുന്നു എന്നുള്ളത് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ വളരെ പ്രധാനമായും ഞാൻ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് കാണുന്ന ഒരു പോസിറ്റീവായ കാര്യം എന്ന് പറയുന്നത് അവരിതിനകത്തെടുത്തുള്ള ഇനിഷ്യേറ്റീവ് നമുക്ക് കുറച്ച് കാണാൻ കഴിയില്ല എന്നുള്ളത് എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. കാരണം 5580 കോടി രൂപ കണ്ടെത്തിയിട്ടുണ്ട്, അത് കൊടുത്തിട്ടുണ്ട്. ആളുകൾക്ക് വലിയ പൈസ കൊടുത്തിട്ടുള്ളൂ കേട്ടോ കോമ്പൻസേഷന്. ഇപ്പോൾ എൻ്റെ നാട്ടിൽ 18-20 ലക്ഷം രൂപ സെൻറ്റിന് കിട്ടിയ ആളുകൾ എനിക്കറിയാം. ഇപ്പോൾ ഇവിടുത്തെ ഇടപ്പള്ളി എടുത്ത് നോക്കിയാൽ മതി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൈസ കൊടുത്തിട്ടുള്ള സ്ഥലങ്ങളൊന്നായി ഇടപ്പള്ളി. ഒരു സെൻറ്റിന് 40 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്, ഒരു സെൻറ്റിന് 40 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് കാണണ്ട, ഈ കോമ്പൻസേഷൻ കൊടുക്കുകയും ഇതിനൊരു സാഹചര്യം ഒരുക്കുകയും ചെയ്തു എന്നുള്ളതിനകത്ത് യാതൊരു തർക്കവുമില്ല. അത് ക്ലെയിം ചെയ്താൽ മതി, അത് ക്ലെയിം ചെയ്യുകയും ചെയ്യാം. എന്നാൽ അതിൻ്റെ സമ്പൂർണ്ണമായ നേട്ടം തങ്ങൾക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഫ്ലെക്സ് ബോർഡുകൾ വെച്ച് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നടത്തിക്കൊണ്ടിരുന്ന പ്രചാരണമുണ്ടല്ലോ, ആ പ്രചാരണത്തിൽ കൂടിയാണ് ഈ വിള്ളൽ വീണത് എന്നാണ് ഞാൻ പറയുന്നത്. ഈ ദേശീയപാതയിൽ മാത്രമല്ല, ഇടതുപക്ഷത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. ആ പൊളിറ്റിക്കൽ പ്രോജക്റ്റിന് കൂടി ഒരു വിള്ളൽ വീണിട്ടുണ്ട്. ഏതായാലും രണ്ടു കൂട്ടർക്കും ഉത്തരവാദിത്തമുള്ള ഒരു കാര്യം തന്നെയാണിത്. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, NHAയുടെ കാര്യത്തിനകത്ത് വലിയ വീഴ്ചയാണ് NHA നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് കേരളം പോലെ പ്രകൃതിലോലമായ അതിവർഷം സംഭവിക്കുന്ന ഒരു പരിസ്ഥിതിയുള്ള സംസ്ഥാനത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയെക്കുറിച്ച് വേണ്ട രീതിയിൽ അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം അവർക്ക് മാത്രമാണ്. ഇത് ജീവൻ രക്ഷയുടെ പ്രശ്നമായിരുന്നു. ആ ജീവൻ രക്ഷയുടെ കാര്യത്തിൽ NHA വീഴ്ച വരുത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിൻ്റെ മേളിൽ വലിയൊരു ക്ലെയിം വെച്ചുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആയിട്ട് CPM ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വിള്ളൽ ആ പൊളിറ്റിക്കൽ പ്രോജക്റ്റിനെ കൂടി തിരിച്ചടിയായി ബാധിച്ചിരിക്കുന്നു എന്നാണ്. ആ അർത്ഥത്തിൽ രണ്ട് രീതിയിൽ ഈ വിഷയത്തിൽ പാളിച്ചകൾ സംഭവിച്ചിരിക്കുന്നു. ഒന്ന്, കേന്ദ്ര സർക്കാരിന് വടി കിട്ടിയിരിക്കുന്നു. രണ്ട്, സംസ്ഥാനത്തെ ഇടതുപക്ഷത്തിന് വടി കിട്ടിയിരിക്കുന്നു എന്നാണ് എൻ്റെ വിലയിരുത്തൽ. ഞാൻ ആൻറ്റോയിലേക്ക് കൂടി വരാം. ആൻറ്റോ മൈക്കസ്ട്രിൻ, ഇപ്പോൾ വിവിധ സ്ട്രെച്ചുകളിലായിട്ടാണ് ഒന്നുകിൽ മണ്ണിടിച്ചിലുണ്ടാവുന്നു, ചിലയിടങ്ങളിൽ ഈ ദേശീയപാതയിൽ വിള്ളലുണ്ടാവുന്നു. വിള്ളലുകൾ വലിയ രീതിയിലാണ് രൂപപ്പെടുന്നത്. വലിയ പ്രതിഷേധങ്ങൾ ഇന്ന് നമ്മൾ കണ്ടു. കേന്ദ്ര സർക്കാരിൻ്റെ പരിധിയിലാണ് ദേശീയപാത വികസനം എന്നിരിക്കെ സംസ്ഥാന സർക്കാരിന് എന്തൊരു ഉത്തരവാദിത്വം എന്നാണ് അവർ ചോദിക്കുന്നത്. പക്ഷേ അങ്ങനൊരു ചോദ്യം നേരിട്ട് മുഖ്യമന്ത്രിയോ രാഷ്ട്രീയ ഉത്തരവാദിത്തപ്പെട്ടവരോ ചോദിച്ചിട്ടില്ല. പക്ഷേ NHAയ്ക്ക് തന്നെയാണ് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് നമുക്കറിയാം. ഈ സാഹചര്യത്തിൽ ഈ നിലവിൽ പാതയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പാളിയോ ഇടത് സർക്കാരിനും കേന്ദ്രത്തിനും? ഞാനിതിൻ്റെ വേറൊരു ആംഗിളാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ ഉണ്ണിസാർ നേരത്തെ പറഞ്ഞതുപോലെ 5800 കോടി രൂപ കേരള സർക്കാർ കൊടുത്ത് സ്ഥലം വാങ്ങി NHAയുടെ കയ്യിൽ ഏൽപ്പിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ ക്രെഡിറ്റ് കേരള സർക്കാരിന് എടുക്കുന്നതിലും തെറ്റില്ല. പക്ഷേ ഞാനിതിൻ്റെ വേറൊരു ആംഗിളാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെയുള്ള ഈ നാഷണൽ ഹൈവേയുടെ വർക്ക് എടുത്ത കമ്പനികളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയുള്ളൂ. അതെല്ലാം ഹൈദരാബാദ് ബേസ്ഡ് കമ്പനികളാണ്. കൂടുതലും ഹൈദരാബാദ്, ഈ KNRCL-ആണെങ്കിലും വാഗഡ് ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും എല്ലാം ഹൈദരാബാദ് ബേസ്ഡ് കമ്പനികളാണ്. അവിടെ ഒരു 45 കിലോമീറ്റർ 50 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ വർക്കുകളെല്ലാം NHA കൊടുത്തിട്ടുള്ളത്. ആ ടെൻഡറിൽ തന്നെ അപാകതയുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. ഈ കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡ് എടുത്തിരിക്കുന്നത് അത് അദാനിയാണ്. അദാനി ഇൻഫ്രാസ്ട്രക്ചറാണ് വർക്ക് എടുത്തിരിക്കുന്നത്. അദാനിയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാലോ, എങ്ങനെയാണ് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പക്ഷേ ആ വർക്ക് അവിടെ അദാനി ചെയ്തിട്ടുണ്ടോന്ന് അന്വേഷിച്ച് നോക്കിക്കേ. അവിടെ സബ് കോൺട്രാക്ട് കൊടുത്ത് അവിടെ വാഗഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന കമ്പനിയാണ് അവിടെ ചെയ്തിട്ടുള്ളത്. ഞാൻ അവരെ 2 സൈറ്റ് നോക്കുകയായിരുന്നു. ആ സൈറ്റിൽ ടെൻഡറിൽ കൊടുത്തിരിക്കുന്നത്, ഞാനൊരു അലിഗേഷനായിട്ട് പറയല്ല, പക്ഷേ എനിക്ക് മനസ്സിലാക്കിയ കാര്യം പറഞ്ഞു, ടെൻഡറിൽ കൊടുത്തിരിക്കുന്നത് 1800 കോടി രൂപയുടെ അടുത്തുള്ള എന്നുള്ള നിലയ്ക്കാണ് കേന്ദ്ര സർക്കാർ അദാനിക്ക് കൊടുത്തിരിക്കുന്നത്. പക്ഷേ വാഗഡ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ സൈറ്റിൽ കയറി നോക്കിക്കേ, 900 കോടി രൂപയുടെ വർക്കാണ് വാഗഡ് ഇൻഫ്രാസ്ട്രക്ചർ 40 കിലോമീറ്റർ എടുക്കുന്നതെന്നാണ് വാഗഡ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഈ പറയുന്ന സംവിധാനങ്ങളെ മുഴുവൻ അങ്ങനെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. ഇനി വേറൊരു ഉദാഹരണം ഞാൻ പറയാം. 15 കോടി തുടങ്ങി 30 കോടി രൂപ വരെയാണ് 1 കിലോമീറ്റർ, കേരളത്തിന് പുറത്ത് 1 കിലോമീറ്റർ നാഷണൽ ഹൈവേ പണിയാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അത്ര ചിലവാണ് വരിക എന്നാണ് കണക്കാക്കുന്നത് നാഷണൽ ഹൈവേ, ഏത് സ്ഥലം ഏറ്റെടുപ്പലടക്കം. പക്ഷേ കേരളത്തിൽ അതെങ്ങനെയാണ്? കേരളത്തിൽ 1 കിലോമീറ്ററിന് 100 കോടിയാണ്. ഈ 100 കോടിയുടെ പ്രത്യേകത എന്താ? 100 കോടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മണ്ണ്
ഇടേണ്ട സ്ഥലം, ഇത് ഭയങ്കര കുഴികളും കുന്നുകളും നിറഞ്ഞ സ്ഥലമായതുകൊണ്ട് മണ്ണ് കട്ട് ചെയ്യുന്നതിന് വലിയ രീതിയിലുള്ള ബില്ലിങ് വരും. കാരണം അത് DPR തയ്യാറാക്കുമ്പോൾ നമ്മൾ ഈ നാഷണൽ ഹൈവേൻ്റെ പ്രത്യേകത എന്താണ്, ലെവലോട് നേരെ ഒറ്റ ലെവലായിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. കയറ്റങ്ങൾ ഉണ്ടാവില്ല, ഇറക്കങ്ങൾ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ലെവലായിട്ടാണ് പോകുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, കുന്നുകൾ ഇടിക്കേണ്ടി വരും. അപ്പോൾ കുന്ന് ഇടിക്കുന്നതിനൊരു പൈസ ആ ഏരിയയിൽ കാൽക്കുലേറ്റ് ചെയ്യും, മണ്ണ് ഫില്ല് ചെയ്യുന്നതിന് വേറൊരു ഭാഗം കാൽക്കുലേറ്റ് ചെയ്യും. അപ്പം ആ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, പാലങ്ങൾ നിർമ്മിക്കുക എന്ന് പറയുന്നത് ലിറ്ററലി കുറഞ്ഞ പൈസയാണ് കിട്ടുക. കാരണം അത് എന്ന് പറയുന്നത് അതിനകത്ത് DPR കൂട്ടിയിടാനോ കുറച്ചിടാനോ പറ്റില്ല, അതിനൊരു സ്റ്റാൻഡേർഡ് പ്രൈസിങ് ഉണ്ട്. അപ്പോൾ ആ ഏരിയയിൽ പ്രൈസിങ് കുറയും. പക്ഷേ എന്ത് ചെയ്യും, ഈ മണ്ണ് ഇടുമ്പോൾ മണ്ണ് ഇടാനും മണ്ണ് കട്ട് ചെയ്യാനും ഒക്കെ പണം കൂടുതൽ കിട്ടും. അപ്പോൾ കിലോമീറ്റർ കണക്കിന് ലാഭം കിട്ടുക എന്ന് പറയുന്നത് ഇടിക്കുന്നതിനും ലെവലാക്കുന്നതിനൊക്കെ ഫില്ല് ചെയ്യുന്നതിനൊക്കെ തന്നെയാണ്. അപ്പം അങ്ങനെ നോക്കുന്നത്, അങ്ങനെ എല്ലാം കൂടി കൂടിയിട്ടാണ് ഒരു കിലോമീറ്ററിന് ഏകദേശം സ്ഥലങ്ങളിൽ 100 കോടി വരെ എത്തി എന്ന് പറയുന്നത്. അപ്പം കൺസ്ട്രക്ഷൻ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ DPR തയ്യാറാക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യാനാണ് താല്പര്യം. അതിനകത്ത് വേറൊരു കാര്യം ഞാൻ പറയാം. ഇപ്പം നമ്മുടെ ഒരു ഭൂപ്രകൃതി അനുസരിച്ചിട്ട് വയൽ ഭാഗങ്ങളിൽ ചെളി കൂടുതലുള്ള സ്ഥലമാണ്. സാധാരണ നാഷണൽ ഹൈവേ അതോറിറ്റി ചെയ്യുന്ന സ്ഥലത്തെന്ന് പറഞ്ഞാൽ മേൽമണ്ണിലുള്ള ചെളികളെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം 3-4 ലെയർ ഈ ചെളികളെ അല്ലെങ്കിൽ അതിൻ്റെ വാട്ടർ ഫ്ലോ കറക്റ്റായി നടത്താൻ വേണ്ടിയിട്ട് അതിനകത്ത് കല്ലുകളും ബോളറുകളും ഒക്കെ ഫില്ല് ചെയ്ത് അതിന് ശേഷമാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് വരുന്ന മണ്ണിടുക. മനസ്സിലായി. അപ്പോൾ അവിടെ ഇരിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇപ്പം ഞാൻ നാഷണൽ ഹൈവേ, ഞാൻ വയനാട്ടിലായതുകൊണ്ട് ഈ എറണാകുളം തുടങ്ങി വയനാട് വരെ എല്ലാ ആഴ്ചയും പോയി വന്നിട്ട് ആ സമയത്തൊക്കെ വർക്ക് നടക്കുന്ന സമയത്ത് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു മാറ്റം വരുത്തിയിട്ടില്ല. നേരെ വയലിലേക്ക് മണ്ണ് കട്ട് ചെയ്തുകൊണ്ട് നേരെ ഫില്ല് ചെയ്ത് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇന്നൊരു 100 മീറ്റർ ഫില്ല് ചെയ്താൽ അടുത്ത ദിവസം നോക്കുമ്പോൾ അടുത്ത് 200 മീറ്റർ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. കാരണം അവിടെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അവിടെ ആ സ്ഥലം വയലാണെന്ന് നോക്കിയിട്ടില്ല, അവിടെ തോടുണ്ടോ എന്ന് നോക്കിയിട്ടില്ല, അവിടെ പുഴയുണ്ടോ എന്ന് നോക്കിയിട്ടില്ല, ഒന്നും നോക്കിയിട്ടില്ല, നേരെ ഫില്ല് ചെയ്തെങ്കിൽ വന്നു. അതോടെ എന്ത് സംഭവിച്ചു, മഴ വരുന്ന സമയത്ത് കഴിഞ്ഞ വർഷവും മുമ്പത്തെ വർഷം, അതുകൊണ്ടാണ് നമ്മൾ അന്ന് ഈ ഒരു ഇനിഷ്യേറ്റീവ് അത് ശിരൂരിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ TV ലൈവത്തോൺ എടുത്തു. ആ ലൈവത്തോൺ എടുക്കുന്ന സമയത്ത് ഞാൻ അന്നേ റിപ്പോർട്ടർ TV നമ്മൾ വന്ന് പറയുന്നുണ്ട്, എനിക്ക് 100% ഉറപ്പായിരുന്നു ഈ സാധനം ഇടിഞ്ഞു വീഴുമെന്ന്. അതുകൊണ്ടാണ് അന്ന് നമ്മുടെ ശിരൂരുണ്ടായ പോലെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് നമ്മൾ ലൈവത്തോൺ എടുത്തത്. അപ്പോൾ ആ ലൈവത്തോൺ അന്ന് ഇടിയാത്തതിന് കാരണം എന്ന് പറയുന്നത്, ഒന്ന് മഴ കുറവായിരുന്നു, ആ വർഷം മഴ കുറവായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്താണ്, പണി പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് എന്ത് സംഭവിച്ചത്. അത് മാത്രമല്ല, ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയോ, ഇപ്പം നിങ്ങൾ വെറുതെ വയലിലേക്ക് മണ്ണിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞല്ലോ, അതിന് മേലെ 15 ടണ്ണ് 17 ടണ്ണുള്ള വൈബ്രേറ്റിംഗ് റോളറാണ് ഇത് ഉറപ്പിക്കുന്നത്. അപ്പം ഈ വൈബ്രേറ്റിംഗ് റോളർ കഴിഞ്ഞ പ്രാവശ്യം മണ്ണിട്ട ഫില്ലിങ് മാത്രമേ ഉള്ളൂ, വൈബ്രേഷൻ ഒന്നും നടന്നിട്ടില്ല. ഇപ്രാവശ്യം ഈ ടാറിങ്ങിന് മുന്നോടിയായിട്ട് ഈ പറഞ്ഞ 18 ടണ്ണ് 20 ടണ്ണ് വലിപ്പമുള്ള വൈബ്രേറ്റിംഗ് റോളർ ഉറപ്പിക്കുന്ന സമയത്ത് ഇതിങ്ങനെ എവിടെയാണ് ഉറപ്പിക്കുന്നതെന്ന് ഓർക്കണം. നിങ്ങൾ ഈ കേരളത്തിന് പുറത്തുള്ള സ്ഥലങ്ങളിൽ ഹൈവേയുടെ സൈഡിൽ നെറ്റിട്ട് ഫില്ല് ചെയ്തതിന് അതിന് ശേഷമാണ് ഈ ഒറ്റ കട്ട വെച്ച് കെട്ടുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അത് ഫില്ല് ചെയ്ത് നിൽക്കുന്നത് ഈ നെറ്റിലാണ്, ഈ കട്ടയിലല്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ ഈ കട്ടയും നെറ്റും അവിടെ ഇങ്ങനെ നിൽക്കും. പക്ഷേ അതിന് മേലെ ഈ വൈബ്രേറ്റഡ് റോളർ ഇട്ട് ഉറപ്പിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ ഇത് ഭയങ്കര പ്രഷറിലാണ് ഇത് അടിക്കുന്നത്. അടിക്കുമ്പം ഈ കല്ലിളകി നിൽക്കും. ഇതിൻ്റെ ഇടയ്ക്കൊക്കെയാണ് നമ്മുടെ മഴ വന്ന് നിൽക്കുന്നത്. കേരളത്തിന് പുറത്ത് അങ്ങനെ ഒരു പ്രശ്നമുള്ളതിൽ ആകെ 2 സ്ഥലം കർണാടകേൻ്റെ ഭാഗവും കേരളത്തിൻ്റെ ഭാഗവും മാത്രമേ ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ള സ്ഥലമുള്ളൂ. അവിടെ എന്ത് സംഭവിച്ചു, അവിടെ ഈ ആന്ധ്രയിൽ നിന്നും തെലുങ്കാനയിൽ നിന്നൊക്കെ വന്ന കൺസ്ട്രക്ഷൻ കമ്പനിക്ക് മഴ എന്താണെന്നറിയില്ല, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഏത് രീതിയിലാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നറിയില്ല. അതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാട്ടിൽ എങ്ങനെയാണോ നാഷണൽ ഹൈവേ പണിയുന്നത് അതുപോലെ ഇവിടെ പണി വെച്ചു. അപ്പം അതിനുണ്ടാകുന്ന ഭവിഷ്യത്ത് നോക്കേണ്ട ഉത്തരവാദിത്വം ആരതാണ്, ഈ പറഞ്ഞ NHAIൻ്റെയാണ്. NHAIക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താ അറിയോ, NHAIയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, NHAIൻ്റെ ഒരു 80% ഉദ്യോഗസ്ഥരും ഈ നോർത്ത് ഇന്ത്യക്കാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരും കൂടുതൽ ഈ കമ്പനി വന്നതോടുകൂടി കമ്പനി മാത്രമല്ല വന്നതെന്നുള്ള ഒരു ഉദ്ദേശക്കാരനാണ് ഞാനും. കമ്പനീൻ്റെ കൂടെ കമ്പനിക്ക് ആവശ്യമുള്ള സ്റ്റാഫുകളും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുമായി DPR തയ്യാറാക്കാൻ പറ്റുന്ന ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് ഈ പറഞ്ഞ NHAIയുടെ തലപ്പത്തിരിക്കുന്നത് മുഴുവൻ. അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ള സ്റ്റാഫ്, മലയാളികളുള്ള സ്റ്റാഫ് വളരെ ചുരുക്കമാണ്. ഈ പറയുന്ന ഉയർന്ന പോസ്റ്റുകളിൽ ഇരിക്കുന്നവരല്ല, അവരാണല്ലോ ഈ DPR തയ്യാറാക്കുന്നതും പ്ലാൻ പാസ്സാക്കുന്നതും ഈ സംവിധാനം ചെയ്യുന്നതും. അങ്ങനെയുള്ള സംവിധാനങ്ങളോടുകൂടി ഈ കമ്പനിക്ക് അനുകൂലമായിട്ട് ഈ സംവിധാനം നിന്നു. ഞാനൊരു വേറെ ഉദാഹരണം പറയാം. ഞാൻ അടുത്ത കാലത്ത് ഈ മലപ്പുറത്തേക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ ഒരു ഗോഡൗൺ പണിയുന്നു, എൻ്റെ ഫ്രണ്ട് ഒരു ഗോഡൗൺ പണിയുന്നുണ്ട്. അപ്പോൾ ഗോഡൗൺ പണിയുന്നത് ഒരു ഇതേപോലെ മണ്ണിട്ട് ഫില്ല് ചെയ്തതിൻ്റെ താഴെ വശത്താണ്.
അപ്പോൾ അയാൾക്ക് അറിയേണ്ടത് ഇങ്ങനെ മണ്ണിട്ട് ഫില്ല് ചെയ്തുകൊണ്ട് വരികയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് കൾവെട്ടുണ്ടോ, ഈ വെള്ളം പോകാൻ വഴിയുണ്ടോ എന്നുള്ളത്. ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം ഏകദേശം 1 മാസം അന്വേഷിച്ച് നടന്നു ഇത് എവിടെ ചെന്ന് പറയും എന്നുള്ളത്. ഈ കമ്പനിക്കാരോട് ചെന്ന് KNRCL ചെന്ന് പറഞ്ഞാൽ അവർക്ക് കൈമലത്തും. നിങ്ങൾ ഞങ്ങളോടല്ല പറയേണ്ടത്, ഞങ്ങൾ അവിടെയുള്ള സ്റ്റാഫുകളെന്നെല്ലാം പറഞ്ഞത് വളരെ ജൂനിയറായ അല്ലെങ്കിൽ സാധാരണ പണിയെടുക്കുന്ന സ്റ്റാഫുകളാണ്. അവിടെ ചെന്നിട്ട് ഒരു ആൾക്കാർക്കും പ്രദേശവാസിക്ക് ഇങ്ങനൊരു കാര്യം പറയാൻ പറ്റില്ല. അവർ പറയും നിങ്ങൾ NHAയോട് പോയി പറഞ്ഞോളൂ. അവർ അറിയില്ല എവിടെ ചെന്ന് പറയണം എന്നുള്ളത്. അവരെടുത്തൊരു എന്താണ് പ്രൊജക്റ്റ് പ്ലാൻ ജനങ്ങൾക്ക് അറിയേയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന സ്ഥലത്ത് പാലമുണ്ട്, ഇന്ന സ്ഥലത്ത് റോഡുണ്ട്, ഇതല്ലാതെ ജനങ്ങൾക്ക് കാര്യമായിട്ട് ഒന്നും അറിയില്ല. ആ കാര്യങ്ങളെല്ലാം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം എല്ലാ സ്ഥലത്തും ഇപ്പം നിങ്ങൾ ഈ മണ്ണ് ഫില്ല് ചെയ്തെടുത്ത് ഇടിഞ്ഞു വീഴുന്ന സ്ഥലത്തെല്ലാം ജനങ്ങൾ പറയുന്ന പ്രശ്നം എന്താണെന്നറിയോ, ഞങ്ങളിത് കുറേ പേര് പറഞ്ഞു, പക്ഷേ ഈ കാര്യങ്ങളൊന്നും അവർ കേട്ടില്ല എന്നുള്ള. ആരോട് പറഞ്ഞു, എന്തു പറഞ്ഞു ചോദിച്ചാൽ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനും ഉണ്ടായിരുന്നില്ല എന്നുള്ള. ഈ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ഒരാൾ പോലും മലയാളിയല്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പം ഈ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ ഈ നാഷണൽ ഹൈവേയുടെ പണിയെടുത്തപ്പോൾ എത്രയോ കുന്നുകളാണെന്നേ ഞാൻ പറയുന്നത്. 10, 150, 200 അടി വരെ ഹൈറ്റാണ് കട്ട് ചെയ്ത് താഴേക്ക് ഇറക്കിയിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇവിടുത്തെ ഒരു 30 നില 35 നില ഹൈറ്റിൻ്റെ മേലേക്ക് കട്ട് ചെയ്ത് താഴേക്ക് ഇറക്കിയാൽ ഇടിഞ്ഞു വീഴില്ല എന്നാണോ വിചാരിക്കുന്നത്? അത് വിചാരിച്ച ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? അതിന് താഴെ കൂടെ പോയ കേരളത്തിലെ റോഡ് സേഫ്റ്റീൻ്റെ ആൾക്കാരുണ്ടായിരുന്നില്ലേ? ഇവിടുത്തെ ഫയർഫോഴ്സ് ഉണ്ടായിരുന്നില്ലേ? ഈ ഒരാൾ പോലും ഒരക്ഷരം പോലും വേണ്ടിയില്ലോ. നമ്മൾ തന്നെ ലൈവത്തോൺ നടത്തിയതിന് പോലും റിയാക്ഷൻ കിട്ടിയിട്ടില്ല. നമ്മൾ ഒരു ദിവസം രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ലൈവത്തോൺ നടത്തി. എന്ത് പറഞ്ഞിട്ടാണ്? ഒരു നാഷണൽ ഹൈവേ ഇടിഞ്ഞ് ഒരു മനുഷ്യൻ മണ്ണിനടിയിൽ പോയി എന്ന് പറഞ്ഞ് വാർത്ത ചെയ്ത് കേരളം മുഴുവൻ 15-20 ദിവസം ഒരേപോലെ നിന്ന സമയത്ത് നമ്മൾ ലൈവത്തോൺ നടത്തി. ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ ഇങ്ങനെ ചെയ്തിരിക്കുന്ന വലിയ സ്ഥലങ്ങളാണ്. ഞാൻ ഭയങ്കര വിശ്വാസക്കാരനൊന്നല്ല കേട്ടോ, ഇതിനി ഇടിഞ്ഞ് വീടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നും. ഈ സംവിധാനം എന്ന് പറയുന്നത് വളരെ ദുരിതത്തിലാണുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ പൊളിഞ്ഞു കിടക്കുന്ന നാഷണൽ ഹൈവേ എന്ന് പറയാനാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഇപ്പോഴത്തെ ആവശ്യം ഞാൻ പറയാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിലല്ല നാഷണൽ ഹൈവേ പണിത് വെച്ചിരിക്കുന്നത്. അതിന് മേലെ വിശ്വാസത്തോട് പോകാൻ പറ്റിയൊരു സംവിധാനമില്ല. അതിൻ്റെ മേലെ നല്ല രീതിയിലുള്ള ലോഡെടുത്ത് പോകുന്ന വാഹനങ്ങൾ 10, 20, 28, 30 വീലുള്ള വാഹനങ്ങളാണ്. 10 കണക്കിന് ലോഡെടുത്തിട്ട് ഇതിന് മേലെ കൂടെ പോകാൻ പോകുന്നത്. മനസ്സിലായോ? അപ്പോൾ അത്ര വരുന്ന ഒരു വാഹനം പോലും പോകാത്ത സമയത്ത് ഇത്രയധികം ഒരു സ്ഥലത്തോ 2 സ്ഥലത്തോ വിള്ളലുണ്ടായാൽ നമുക്ക് പറയാം ഇതൊരു വിള്ളലാണ്, അത് ആ സ്ഥലത്തെ ഭൂപ്രകൃതിയെ ബന്ധപ്പെട്ട കാര്യം. ഇതെങ്ങനെയാണ്? ഇത് കാസർഗോഡ് തിരുവനന്തപുരം വരെ എത്ര സ്ഥലത്താണ് ഇടിഞ്ഞു വെക്കുന്നത്? നിങ്ങൾ വെറുതെ ഒന്നും വേണ്ട, ഇവിടുന്ന് വെറുതെ കോഴിക്കോട് വരെ ഒന്ന് പോയി നോക്കിക്കേ. വെറുതെ നോക്കിയാൽ മതി. നിങ്ങൾക്ക് തന്നെ അറിയാം നാളെ ഇടിയാൻ നിൽക്കുന്നത്, മറ്റന്നാൾ ഇടിയാൻ നിൽക്കുന്നത്, ഓരോ സ്ഥലത്തൊക്കെ പെട്രോൾ പമ്പ് ഇരിക്കുന്നത് മേലെയാണ്. മനസ്സിലായോ? എന്നിട്ടോ ഇത് മാത്രമല്ല, നിങ്ങൾ അപ്രോച്ച് റോഡ് ഉണ്ടല്ലോ, അപ്രോച്ച് റോഡ് പോകുന്നത് കുന്നിൻ്റെ മേലയിൽ കൂടെ. ഞാൻ പല സ്ഥലങ്ങളും കണ്ടതാണ്. അപ്രോച്ച് റോഡ് കുന്നിൻ്റെ മേലെ കൂടെ പോകും, നാഷണൽ ഹൈവേ താഴെ കൂടെ പോകും. ശരിക്കും എത്രയാണ്? 6 ലൈനും 2 അപ്രോച്ച് റോഡും കൂടിയാണല്ലോ വേണ്ടത്. ഈ സർവീസ് റോഡ്. ഈ സർവീസ് റോഡ് എന്തില്ല? സർവീസ് റോഡ് ഈ ഹൈവേനോട് ചേർന്നിട്ടല്ല, സർവീസ് റോഡ് പോകുന്നത് മലേൻ്റെ മേലെ കൂടിയാണ്. അപ്പം അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കിയോ? ആകെ 2 അടി 3 അടി ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഈ നാഷണൽ ഹൈവേയും ഈ പറയുന്ന സർവീസ് റോഡ് തമ്മിൽ. ആ സംവിധാനമാണ് ഇപ്പോൾ ഇടിഞ്ഞു വീണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ. അത് എങ്ങനെയാണ് നിർത്തിയേക്കുന്നതെന്നറിയോ? 2.5 മീറ്റർ 3 മീറ്ററുള്ള കമ്പി അടിച്ച് കയറ്റിയിട്ട് സിമെൻറ്റ് സ്പ്രേ ചെയ്തേക്കാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഒരു 20 അടി 25 അടി 30 അടി ഹൈറ്റുള്ള സ്ഥലത്ത് കമ്പി അടിച്ച് കയറ്റിയിട്ട് സിമെൻറ്റ് സ്പ്രേ ചെയ്താൽ നിൽക്കുന്നുള്ളൂ. അതെന്തിനാ? സാധാരണ വളരെ ശക്തമായ രീതിയിൽ മതിൽ പോലെ നിൽക്കുന്ന സ്ഥലങ്ങളിൽ മണ്ണ് എന്താ പറയുക പൊടി റോഡിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ ഈ കമ്പി അടിച്ച് കയറ്റിയിട്ട് ഈ സിമെൻറ്റ് സ്പ്രേ ചെയ്യുക. നമ്മുടെ നാട്ടിൽ അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? നമ്മളെ കൊണ്ട് സാധാരണ 10 അടി 8 അടി ഹൈറ്റിൽ നമ്മുടെ വീടിന് മതിൽ കെട്ടി ഇടിഞ്ഞു വീഴുന്ന സ്ഥലമാണ്. അവിടെയാണ് 25 അടി 30 അടി ഹൈറ്റിൻ്റെ അകത്ത് കമ്പി അടിച്ച് കയറ്റിയിട്ട് ഈ പറയുന്ന സിമെൻറ്റ് സ്പ്രേ ചെയ്തിരിക്കുന്നത്. ഇത്രയും അശാസ്ത്രീയമായിട്ട് ഒരു സംവിധാനത്തിൽ എങ്ങനെയാണ് കേരളം പോലെ ഒരു സ്ഥലത്ത് നമുക്കിങ്ങനെ നാഷണൽ ഹൈവേ പണിയാൻ പറ്റുക എന്നുള്ളത്? വെറുതെ 5 വർഷം കൊണ്ട് എന്താണ് ഇവർ ചെയ്തിരിക്കുന്നതെന്നറിയോ? ഇനി നിങ്ങൾ തട്ടിക്കൂട്ടൊരു പരിപാടി നടത്തി പൈസ മേടിച്ച് പോകാന്നുള്ളതാണ്. ഈ നാഷണൽ ഹൈവേൻ്റെ പണീൻ്റെ പ്രത്യേകത എന്താ? എല്ലാം അഡ്വാൻസ് പേയ്മെൻറ്റാണ്. കാരണം ഇത്രയും പെട്ടെന്ന് തീർക്കേണ്ട പണം ആയതുകൊണ്ട് അഡ്വാൻസ് പേയ്മെൻറ്റ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, 15-20 വർഷമായില്ലേ എറണാകുളം തുടങ്ങി തൃശ്ശൂർ വരെ നാഷണൽ ഹൈവേ? എത്ര നാളായി ഒരു ടോൾ പിരിക്കാൻ തുടങ്ങിയിട്ട്? 14 വർഷമായി. ഇപ്പോഴും നിങ്ങൾ നോക്കിക്കേ, ഇപ്പോഴും ഒരു ഒരു ഓവർ ബ്രിഡ്ജ് പണിയാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ബ്ലോക്കാണ്. 8 മണിക്കൂർ 10 മണിക്കൂറാണ് ബ്ലോക്ക്. ഏത് കമ്പനിയാണെന്നറിയോ? ഇപ്പം ഇടിഞ്ഞ KNRCL കമ്പനി തന്നെയാണതും.
സെയിം കമ്പനിയാണ് ഈ തൃശ്ശൂരിൽ ടോൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു കൾവേർട്ട് പണിയാൻ പറ്റാത്ത, എന്താ ഒരു ഓവർ ബ്രിഡ്ജ് പണിയാതെ ഇപ്പോഴും ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചിരിക്കുന്ന ഒരു കമ്പനിക്കാണ് കൊണ്ടുപോയിട്ട് നാഷണൽ ഹൈവേ 66 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. വളരെ മോശമായ രീതിയിലാണ് ഇതിന് ഞാൻ സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്വമില്ല, കേന്ദ്ര സർക്കാരിന് ഉത്തരവാദിത്വമില്ല, അല്ലെങ്കിൽ MP-മാർക്ക് ഉദ്യോഗസ്ഥമില്ല, MLA-മാർക്ക് ഉത്തരവാദിത്തമില്ല എന്നുള്ളതല്ല, എല്ലാവർക്കും ഇത് ഉത്തരവാദിത്തമുണ്ട്. കാരണം എന്താ പറയുക, കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ ഇല്ല നാഷണൽ ഹൈവേയുടെ ഒരു 80% MLA-മാരും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്, 80% MP-മാരും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്, കേന്ദ്ര സർക്കാരും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്, കേരള സർക്കാരും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പം ഇതിനെ ഒന്ന് നോക്കി നടത്തി ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ വലിയ വായിൽ വന്നിട്ട് പറയുകയാണ്, അയ്യോ നിങ്ങൾ കണ്ടില്ലേ കേന്ദ്ര സർക്കാർ പറ്റിച്ചു, പിന്നെ സംസ്ഥാന സർക്കാർ പറ്റിച്ചു, ഇതാണ് കമ്പനി പറ്റിച്ചു എന്നുള്ളതല്ല, ഒരാൾ ശക്തമായ രീതിയിൽ പ്രതികരിച്ചില്ല. അത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടെന്നറിയോ, നമ്മളൊരു ലൈവത്തോടെ നടത്തിയിട്ട് പ്രതികരണം എടുക്കാൻ ചെന്നപ്പോൾ നിങ്ങൾ നാഷണൽ ഹൈവേക്ക് പൊളിക്കാൻ വേണ്ടി വരുവാണോ ചോദിക്കുകയായിരുന്നു ആ സമയത്ത്, മനസ്സിലായില്ലേ? അപ്പം ഒരു MLA-മാർക്കും ഒരു MP-മാർക്കും വലിയ വർത്തമാനം പറയാൻ ഒരു അധികാരമില്ല. പ്രത്യേകിച്ച് മലപ്പുറം പിന്നെ എറണാകുളം ഭാഗത്തേക്ക് വരുന്നവർക്കൊക്കെ അവിടെയൊക്കെ ഈ ഇടിച്ച് നിർത്തുന്ന സമയത്തുണ്ടല്ലോ, കുന്നുകൾ 25 അടി 30 അടി 50 അടി മീറ്ററിൽ ഹൈറ്റിൽ ഇടിച്ച് നിർത്തിയ സമയത്ത് മിണ്ടാതിരുന്ന MLA-മാർ ഇപ്പോൾ ഇടിഞ്ഞു വീണ പോകുമെന്ന് പറയലല്ലോ വേണ്ട, ജനങ്ങളോട് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് പറയണമായിരുന്നു ഇതിങ്ങനെ ഇടിക്കാൻ പറ്റില്ല, എൻ്റെ സ്ഥലത്ത് ഈ ഭൂമി ഇങ്ങനെ ഇടിക്കാൻ പറ്റില്ല, എൻ്റെ സ്ഥലത്ത് ഇങ്ങനെ മണ്ണിട്ട് ഫില്ല് ചെയ്യാൻ പറ്റില്ല, പാലം പണിയണം. ഇങ്ങനെ പറയാത്ത MLA-മാർ ഇപ്പോൾ വലിയ വായിൽ വന്ന് കരയാണ്, MP-മാർ വലിയ വായിൽ കരയാണ്, ഇതെല്ലാം കൂടി ഇടിഞ്ഞു വീണു എന്നുള്ളത്. ഞാൻ പറഞ്ഞത് ഇതിനെ ഇതൊരു സിസ്റ്റത്തിൻ്റെ ഫെയിലിയറാണ് കേട്ടോ. ഇത് കേരള സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ ഫെയിലിയർ അല്ല. കേരളം പോലെ നമ്മളെന്താണ് ഭയങ്കര വലിയ രീതിയിൽ നമ്മളെന്തോ വലിയ ആൾക്കാരാണെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കമ്പനി, ഒരു കൂട്ടം കമ്പനികൾ ഒരു സ്ഥലത്ത് നിന്ന് വന്നിട്ട് ഇത്രയും വലിയൊരു അഴിമതി ഇങ്ങനെ ചെയ്തു വെച്ചിട്ട് അത് കണ്ടില്ല എന്ന് നടിച്ച കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഇവിടുത്തെ MLA-മാരും MP-മാരും എല്ലാം ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. ഇതൊരു സിസ്റ്റത്തിൻ്റെ ഫെയിലിയറാണ്. ഇനിയും നമ്മൾ കണ്ടില്ലെങ്കിൽ, ഇനിയും നമ്മൾ ഈ ലെവലിലാണ് ഇതിനെ പ്രതികരിക്കുന്നതെങ്കിൽ, ഉണ്ണിസാർ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഹൈവേ വരണ്ട എന്നുള്ള നിലയ്ക്ക് എല്ലാവരും പറയുന്നത്. ഹൈവേ വരണം, കേരളത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് ഹൈവേയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ റോഡുകളുടെ ഭാഗമാണ്. നല്ല റോഡുകൾ വേണം. ആ റോഡുകൾ പണിയേണ്ടിയിരുന്നത് ഇങ്ങനെയല്ല. എന്താണ് ഈ സ്ഥലം ഏറ്റെടുത്തത് നല്ല കാര്യം, ചെയ്തത് നല്ല കാര്യം, ഇതുവരെ നല്ലതായിരുന്നു. പക്ഷേ എന്താണ് ഈ പണിയേണ്ട കമ്പനി അതിന് മേൽനോട്ടം വഹിക്കാൻ ഒരാൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, എത്ര നാളെടുക്കും ഈ സംവിധാനം ഒന്ന് ശരിയായി വരണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇനി മഴ തുടങ്ങിയിട്ടില്ലല്ലോ, ആകെ ഒരു മഴയ്ക്ക് മുന്നേ ജൂൺ മാസം ആകുന്നതേ ഉള്ളൂ, ഇനിയാണ് അങ്ങോട്ട് മഴ നടക്കുന്നത്. അപ്പം ഇതിനെ ശക്തമായ രീതിയിൽ പ്ലാനിങ്ങോടുകൂടി ഈ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വലിയ വീഴ്ചയാണ് ഉണ്ടാകുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. പാതയിൽ പാളിയോ എന്നാണ് ചോദ്യം. പാതയിൽ പാളിയിട്ടുണ്ട്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പാളിയിട്ടുണ്ട്. നിർമ്മാണത്തിൻ്റെ തുടക്കത്തിൽ ഒരു പരിസ്ഥിതി പഠനം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ആത്യന്തികമായി വരുന്ന ഒരു വിഷയം. മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ നിർമ്മാണം നടന്നിട്ടുണ്ടല്ലോ, അതിന് തുടർച്ചയായി കേരളത്തിലും വേണ്ട വികസനം എന്ന് ചോദിക്കുമ്പോൾ അതിലൊരു തർക്കവുമില്ല, കേരളത്തിൽ വേണം വികസനം. പക്ഷേ കേരളത്തിൻ്റെ പ്രകൃതിക്ക് അനുസൃതമായിട്ടാണോ ഈ നിർമ്മാണം എന്നുള്ളതാണ് ആത്യന്തികമായ ചോദ്യം. ഇത് ഇങ്ങനെയൊരു അപകടത്തിന് മുൻപ് തന്നെ ഇപ്പോൾ ശ്രീ ആൻഡോ ചൂണ്ടിക്കാണിച്ചല്ലോ, നിങ്ങൾ പറയേണ്ടിയിരുന്നു, നിങ്ങൾ MP-മാർ MLA-മാരും പറയേണ്ടിയിരുന്നു എന്ന് പറയുമ്പോൾ അത് പ്രതിപക്ഷ ഭാഗത്തു നിന്നാണ് ആ സ്വരം വരുന്നതെങ്കിൽ നിങ്ങൾ വികസന വിരോധികളാകും. വികസന വിരോധികളാണ്, നിങ്ങൾ ഈ നിർമ്മാണത്തെ, നിങ്ങൾ ഈ ദേശീയപാതയെ എതിർക്കുന്നവരാണ് എന്ന രൂപത്തിൽ അതിൽ ചാപ്പ കുത്തപ്പെടും. അതിൽ നിങ്ങൾക്ക് എത്ര പ്രതികരിച്ചാലും അതിലെ കുഴപ്പമല്ല വിലയിരുത്തപ്പെടുക, അതിൽ പരിഹരിക്കപ്പെടേണ്ട വിഷയമല്ല പരിഗണിക്കപ്പെടുക. ആ രൂപത്തിലാണ് പ്രതികരിക്കുക. അപ്പോൾ ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ടപ്പോൾ NHAയ്ക്കാണ് പൂർണ്ണമായ ചുമതല. NHAയുടെ ചുമതലകൾ എവിടെ നിന്ന് എവിടെ അവസാനിക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ മുഖ്യമന്ത്രി തന്നെ വാർത്താസമ്മേളനത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അതിൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് 6000 കോടി അങ്ങോട്ട് കൊടുത്തു. ഭൂമി വിട്ടുകൊടുത്തവർക്ക് നഷ്ടപരിഹാരം, നല്ല നഷ്ടപരിഹാരം കിട്ടിയ നല്ല നഷ്ടപരിഹാരത്തിന് വേണ്ടി ചിലർക്കെങ്കിലും കോടതിയിൽ പോകേണ്ടി വന്നിട്ടുണ്ട്. ഏതായാലും നഷ്ടപരിഹാരം ലഭിച്ചിരിക്കുന്നു, അതൊരു നല്ല കാര്യം തന്നെ. അതുവരെയും മാത്രമാണോ സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്തം? ഈ ആളുകൾക്ക് അപകടം സംഭവിക്കുമ്പോൾ സ്വാഭാവികമായും ആരോട് ചോദിക്കുമെന്നൊരു വിഷയമുണ്ടല്ലോ. ആദ്യം കാണുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരിനോടാണ്. സംസ്ഥാന സർക്കാർ എല്ലായിടത്തും ഇതിൻ്റെ അവകാശവാദവുമായി ഇത്രയും മനോഹരമായ റോഡ് ഞങ്ങളിത് നിർമ്മിച്ചിരിക്കുന്നു, ഇത്രയും വികസനം ഞങ്ങൾ നടപ്പാക്കിയിരിക്കുന്നു, രണ്ടാം പിണറായി സർക്കാർ എന്നിങ്ങനെ അവകാശവാദം പറയുമ്പോൾ ആ അവകാശവാദത്തിൽ കുഴപ്പങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം കൂടി ഏറ്റെടുക്കേണ്ടതുണ്ട്. കേന്ദ്ര സർക്കാരിനാണ് ഉത്തരവാദിത്തം. ഇപ്പോൾ ശ്രീ ആൻഡ്രൂ അഗസ്റ്റിൻ പറഞ്ഞതുപോലെ അതിൻ്റെ നിർമ്മാണ ഘട്ടത്തിലെ അഴിമതിയൊക്കെ ഏത് രൂപത്തിലാണ് വരുന്നത്, ഏത് തരത്തിലാണ്, ഏത് ഭാഗത്ത് വെച്ചാണ് അഴിമതി തുടങ്ങുന്നത് എന്നൊക്കെ വിശദമായി തന്നെ പറഞ്ഞു. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട വിഷയം, കേരളത്തിൽ 41 പുഴകളുണ്ട്. പുഴകൾക്ക് ഈ വയലുകളിൽ കൂടി തന്നെയാണ് വെള്ളം അവിടേക്ക് ഒഴുകുന്നത്. വയലുകൾക്ക് സമീപമൊക്കെ വയൽത്തോടുകളുണ്ട്. ആ വയൽത്തോടുകൾ ഇല്ലാതാക്കിയിട്ടുള്ള നിർമ്മാണം എന്നുള്ള വലിയ അപകടം ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പല സ്ഥലത്തെ നിർമ്മാണം, ഇപ്പോൾ കോഴിക്കോട് ഉണ്ടായിരിക്കുന്നത്, യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത് ഈ വയലിനടുത്താണല്ലോ. അവിടെ വയലുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അവിടെ മണ്ണിടിച്ച് നിരത്തിയിരിക്കുന്നത്, എങ്ങനെയാണ് അവിടേക്ക് മണ്ണിട്ടതെന്നുള്ളത് ശ്രീ ആൻഡോ പറഞ്ഞല്ലോ. അപ്പോൾ അതൊന്നും ശാസ്ത്രീയമായിട്ടല്ല. ഈ ഉദ്യോഗസ്ഥർ വന്ന ഉടനെ പറയുന്നത് എന്താണ്?
മഴ പെയ്തുകൊണ്ടാണെന്ന്. അപ്പോൾ മഴ ഇനി തുടങ്ങിയിട്ടേ ഉള്ളൂ, മഴ ഇനിയും പെയ്യും. അപ്പോൾ എന്താണ് അത് സംഭവിക്കുക എന്നുള്ളത് ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യമാണ്. ആ ഭയപ്പെടുത്തുന്ന കാര്യം എന്ന് പറയുമ്പോൾ ഉദ്യോഗസ്ഥർ തന്നെ ഞങ്ങൾക്ക് താഴെ അതിന് താഴെ എന്ന രൂപത്തിൽ അതിങ്ങനെ ഡിവൈഡ് ചെയ്ത് താഴേക്ക് പോവുകയാണ്. അപ്പോൾ ആത്യന്തികമായ ഉത്തരവാദിത്തം എവിടേക്കാണ് നിൽക്കുന്നതൊരു ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ കൃത്യമായി മറുപടിയാണ് വേണ്ടത്. ജനങ്ങളെ സംബന്ധിച്ച് റോഡിലൂടെ സഞ്ചരിക്കേണ്ടതുണ്ട്. എവിടേക്ക് സഞ്ചരിച്ചാലും എവിടെ നിന്നാണ് ഇടിഞ്ഞു പൊഴിഞ്ഞു വീഴുക എന്നുള്ള ഭയം നിൽക്കുന്നു. ഇന്നിപ്പോൾ അവസാനം കേൾക്കുന്നത് ഈ വിണ്ട് കീറിയ റോഡിന് നടുവിൽ വാഹനം കുരുങ്ങി തലകീഴായി ആൾ താഴെ കിടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എത്ര ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ പറയുന്ന സർവീസ് റോഡുകൾ എങ്ങനെയാണ് വരുന്നത്? സർവീസ് റോഡുകൾ താഴേക്ക് പോകുമ്പോൾ അവിടെ മുഴുവൻ വെള്ളം നിറഞ്ഞ് ഇപ്പോൾ ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യമുണ്ട്. ആ റോഡുകളുടെ അവസ്ഥ, മഴ പെയ്തു കഴിഞ്ഞാൽ മുകളിൽ നിന്ന് അങ്ങനെ വെള്ളം അടിച്ച് താഴേക്ക് ചീറ്റി വീഴുകയാണ് താഴേക്ക്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നുള്ള പ്രശ്നം അവിടെ നിൽക്കുകയാണല്ലോ. ഒറ്റയടിക്ക് കാണുന്ന പോലെ ഇപ്പോൾ വിദേശ രാജ്യത്തൊക്കെ പോവുകയാണെങ്കിൽ വലിയ റോഡുകൾ ഒരു വശത്ത് നിർമ്മാണമാണെങ്കിൽ മറ്റേ വശത്ത് മുഴുവൻ വനമേഖലയാണ്. അപ്പോൾ അത് പരിസ്ഥിതി സൗഹൃദമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ നാടിന് വേണ്ട രൂപത്തിൽ അതിനെ നിലനിർത്തിക്കൊണ്ടാണ് ആ നിർമ്മാണം നടക്കുന്നത്. വികസനത്തിനൊപ്പം തന്നെ പരിസ്ഥിതിയും ഒരേപോലെ പരിഗണിച്ചുകൊണ്ടാണ് റോഡുകളൊക്കെ ഉള്ളത്. അപ്പോൾ അത് നമുക്ക് എന്തുകൊണ്ട് സാധ്യമാകുന്നില്ല എന്നൊരു വിഷയം അവിടെ നിൽക്കുകയാണ്. ഇത് പരസ്പരം ചെളിവാരി എറിയുകയല്ല. ഇതിപ്പോൾ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പിനെ ഇത്രത്തോളം ട്രോളുന്നത് അല്ലെങ്കിൽ ആളുകൾ പരിഹസിക്കുന്നത് വലിയ അവകാശവാദവുമായി മന്ത്രി രംഗത്ത് വന്നു എന്നുള്ളതുകൊണ്ടാണ്. ഞങ്ങളിത് ഇടയ്ക്കിടയ്ക്ക് മാസം തോറും യോഗം ചേരുന്നു, ജനപ്രതിനിധികളെ കാണുന്നു, ജനങ്ങളിൽ നിന്ന് കേൾക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും കേട്ടിട്ടില്ല എന്നുള്ളതിൽ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ തന്നെ ആളുകൾ പറയുന്നുണ്ട്, ഞങ്ങൾ പലപ്പോഴായി പറഞ്ഞു വീടുകളിലേക്ക് വെള്ളം കയറുന്ന വിഷയമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ആരോടാണ് പറയുന്നത്? ഈ പറയുന്ന മലയാളം അറിയാത്ത ഉദ്യോഗസ്ഥരോടാണോ പറഞ്ഞ്? ഇപ്പോൾ മന്ത്രി തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിരിക്കുന്ന നടന്ന യോഗങ്ങളുണ്ടെങ്കിൽ ആ യോഗങ്ങളിൽ ആരോട് സംസാരിച്ചു, ആരിൽ നിന്ന് എന്ത് കേട്ടു, ആ കേട്ടത് എങ്ങോട്ട് കൊടുത്തു എന്നൊക്കെ ചോദ്യമുണ്ടല്ലോ. ആ ചോദ്യത്തിനൊക്കെ ഉത്തരമാണ് വേണ്ടത്. പാതിയിൽ പാളി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പാതയിൽ പാളിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇതിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ഈ ദേശീയപാത എന്നുള്ളത് യൂണിയൻ ലിസ്റ്റിൽ 7th ഷെഡ്യൂളിൽ പെടുന്ന വിഷയമാണ്. ഇത് പ്രത്യേകിച്ച് യൂണിയൻ ലിസ്റ്റിൽ തന്നെ ഉൾപ്പെട്ടിരിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പരിമിതമായ ഒരളവിനും അപ്പുറത്തേക്ക് സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ കഴിയില്ല. ഇതിൽ ഞാൻ ആദ്യമേ സംസ്ഥാന സർക്കാരിൻ്റെ ഇതിൻ്റെ റോൾ എന്താണ് എന്നുള്ളത് വ്യക്തമാക്കാം. ഒന്ന്, ഈ പീരിയോഡിക്കൽ ജോയിൻറ്റ് സൈറ്റ് വിസിറ്റ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ പറയുന്നത്. അത് ശരിയുമാണ്. പല ഘട്ടങ്ങളിൽ ഈ പീരിയോഡിക്കൽ സൈറ്റ് ഇൻസ്പെക്ഷൻ നടത്തണം, ആ വിസിറ്റുകൾ നടത്തേണ്ടതുണ്ട്. എന്താണ് സംസ്ഥാന സർക്കാരിൻ്റെ ഇതിലെ റോള്? ഒന്ന്, ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് റോളുണ്ട്, ലാൻഡ് അക്വിസിഷൻ. നമ്പർ 2, അവിടെ പ്രാദേശിക ഏകോപനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് യൂട്ടിലൈസേഷൻ ഷിഫ്റ്റിംഗ് എന്ന് നമ്മൾ പറയും. എന്ന് വെച്ചാൽ ഈ ദേശീയപാത കടന്നു പോകുന്ന സ്ഥലത്ത് KSEB ആണെങ്കിൽ, വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനുകളാണെങ്കിൽ ഇതെല്ലാം മാറ്റിയിടുന്നതും ഇത് സംബന്ധിച്ചുള്ള പ്രാദേശികമായിട്ടുള്ള ഒരു ഏകോപനം ഉണ്ടാവുക എന്നുള്ളതാണ്. മൂന്നാമത്തത്, ക്രമസമാധാന പ്രശ്നം, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഇത് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടക്കുകയാണെങ്കിൽ ഈ 3 വിഷയങ്ങളിൽ പരിമിതമായിരിക്കുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്വം ദേശീയപാതയുമായി ബന്ധപ്പെട്ട്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ലാൻഡ് അക്വിസിഷനാണ്, ഭൂമി ഏറ്റെടുക്കലാണ്. എന്താണ് നിലവിൽ ഇന്ത്യ രാജ്യത്ത് ഭൂമി ഏറ്റെടുക്കലിൻ്റെ നിയമം? ഭൂമി ഏറ്റെടുക്കലിൽ സംസ്ഥാന സർക്കാരിന് വലിയ ഉത്തരവാദിത്വങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് കൊടുക്കേണ്ടതല്ല, കോമ്പൻസേഷൻ എന്നുള്ളതായിരുന്നു. എന്നാൽ പലപ്പോഴും ഈ വികസനം നടപ്പാക്കുന്നതിന് വലിയ താമസം സംഭവിക്കുന്നതുകൊണ്ട് 44% പ്രോജക്റ്റുകളാണ് ഇന്ത്യയിൽ ദേശീയപാതയിൽ സ്ഥലമേറ്റെടുക്കാൻ കഴിയാത്തത് കാരണം വഴിയിൽ മുടങ്ങിക്കിടക്കുന്നത്. 44%. അപ്പോൾ സംസ്ഥാന സർക്കാരുകളോട് വൈകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ചെലവ് വർദ്ധിക്കുന്നതിൻ്റെ സാഹചര്യത്തിൽ ലാൻഡ് അക്വിസിഷൻ്റെ ഒരു നിശ്ചിത ശതമാനം സംസ്ഥാനങ്ങളോട് വഹിക്കാൻ ആവശ്യപ്പെടും. കേരളത്തിൽ ഇത് വലിയ തുകയാണെന്ന് മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ലാൻഡ് അക്വിസിഷന് പൈസ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ് കേരളമാണ്. അതാണ് നേരത്തെ സൂചിപ്പിച്ച 5580 കോടി രൂപ. അത് മൊത്തം നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റിൻ്റെ ഈ നാഷണൽ ഹൈവേ 66ൻ്റെ ലാൻഡ് അക്വിസിഷൻ്റെ 25% വരും. ഓർമ്മിക്കണം, തെലങ്കാനയിൽ ഇതെത്രയാണ് എന്നുള്ളത് ഓർമ്മിക്കൂ. തെലങ്കാനയിൽ സംസ്ഥാന സർക്കാർ ലാൻഡ് അക്വിസിഷന് വേണ്ടി കൊടുത്തത് 3114 കോടി രൂപയാണ്. ഉത്തർപ്രദേശിൽ കൊടുത്തത് 2301 കോടി രൂപയാണ്. എന്നാൽ കേരളത്തിൽ ലാൻഡ് അക്വിസിഷന് വേണ്ടി സംസ്ഥാന സർക്കാർ കൊടുത്തത് 5580 കോടി രൂപയാണ്. ഇനി വരാൻ പോകുന്ന ഹൈവേകളുണ്ട്. പാലക്കാട് കോഴിക്കോട് 4 ലൈൻ വരാൻ പോകുന്നു. അതേപോലെ തിരുവനന്തപുരം കോട്ടയം അങ്കമാലി MC റോഡ് 4 ലൈൻ ആക്കാൻ പോകുന്നു. ഇതിൻ്റെയും 25% സംസ്ഥാനം വഹിക്കണമെന്നുള്ളതാണ് ഈ ലാൻഡ് അക്വിസിഷൻ്റെ ഫീസ് എന്ന് പറയുന്നത്. അത് ഏകദേശം 4440 കോടിയോളം രൂപ വരും. മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇല്ലാത്തതും എന്നാൽ കേരള സംസ്ഥാനത്തിൻ്റെ മേൽ അധിക ബാധ്യത ഏൽപ്പിച്ചതുമായ ഒന്നായിരുന്നു ഈ ലാൻഡ് അക്വിസിഷൻ്റെ കാര്യത്തിൽ നമ്മുടെ
തമിഴ്നാട് ബഡ്ജറ്റിൽ നിന്ന് കൊടുക്കേണ്ടി വന്ന 5580 കോടി അത് കൊടുത്തുകൊണ്ടാണ് ഈ പ്രോജക്റ്റ് വേഗത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞത് എന്നുള്ളതും വാസ്തവമാണ്. അതുകൊണ്ട് ലാൻഡ് അക്വിസിഷന്റെ കാര്യത്തിൽ കേരളത്തിനൊരു റോൾ ഉണ്ടായിരുന്നു. കേരളം പണം കൊടുത്തു, അതിവേഗം കാര്യങ്ങൾ നടപ്പാക്കി. നിതിൻ ഗഡ്കരി തന്നെ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ലാൻഡ് അക്വിസിഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. മറ്റത് ഈ യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ്, വളരെ വേഗമാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. എന്നാൽ മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ, ക്രമസമാധാനത്തോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടിയിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഈ പാനലിസ്റ്റുകളോട് യോജിക്കുന്നത്, അതാത് പ്രദേശത്തെ MLA-മാർ അതാത് പ്രദേശത്തെ പാരിസ്ഥിതികമായിട്ടുള്ള ആഘാതം എന്താണ് എന്ന് തിരിച്ചറിയുകയും അവിടെയുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഈ ലോക്കൽ ജോയിന്റ് സൈറ്റ് വിസിറ്റ് നടക്കുന്ന സമയത്ത് അത് ബോധിപ്പിക്കാനും ശ്രമിച്ചിരുന്നോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത് ഈ 77 കിലോമീറ്റർ സ്ട്രെച്ചിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം ഇതിൽ പലതും കടന്നു പോകുന്നത് പാഡി ഫീൽഡിൽ കിടക്കുന്ന വെറ്റ്ലാൻഡിൽ കൂടിയാണ് കടന്നു പോകുന്നത്, ഇടനാടിൽ കൂടി കടന്നു പോകുന്നുണ്ട്. നോക്കൂ, കേരളത്തിൽ ശരാശരി 2500 മുതൽ 3000 മില്ലിമീറ്റർ വരെ മഴ ആനുവലി പെയ്യുന്ന ഒരു വർഷം പെയ്യുന്ന ഒരു സംസ്ഥാനത്ത് എങ്ങനെയാണ് റോഡ് കൺസ്ട്രക്ഷൻ നടക്കുന്നത്, എങ്ങനെയാണ് മണ്ണിൻ്റെ ഘടന എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പഠനം ആവശ്യമുണ്ട്. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ മാർഷി ലാൻഡായ സ്ഥലത്ത് ഈ നിലത്തിലൂടെ കടന്നു പോകുന്ന പ്രദേശങ്ങളിൽ എംബാങ്ക്മെൻ്റ് ആണ് സ്വീകരിച്ചിരിക്കുന്നത്. അവിടെ പലതവണ ആളുകൾ ആവശ്യപ്പെട്ടത് അവിടെ വേണ്ടത് ഫ്ലൈ ഓവറാണ് എന്നുള്ളതാണ്. പക്ഷേ ഡിസൈനിൻ്റെ കാര്യത്തിലോ ഇതിൻ്റെ എൻവയോൺമെൻ്റൽ ഇമ്പാക്റ്റ് സ്റ്റഡി നടത്തുന്ന കാര്യത്തിലോ ഇതിൻ്റെ പ്രോജക്റ്റിൻ്റെ മെയിൻ്റനൻസിൻ്റെ കാര്യത്തിലോ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിലോ സംസ്ഥാന സർക്കാരിന് ഇടപെടാനേ കഴിയില്ല. അത് പൂർണ്ണമായിട്ടും എൻവയോൺമെൻ്റൽ ഇമ്പാക്റ്റ് സ്റ്റഡി അടക്കം നടക്കേണ്ടത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉത്തരവാദിത്വത്തിലാണ്. പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ ഷിരൂരിൽ നടന്ന അപകടം, ഷിരൂരിൽ അങ്കോളയിൽ നടന്ന അപകടം. ഉത്തര കന്നഡയിൽ 3300 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തുമ്പോൾ 2 ദിവസം കൊണ്ട് ആ പ്രദേശത്ത് 554 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തിയപ്പോഴാണ് ഒരു കുന്നപ്പാടെ ഇടിഞ്ഞു പോകുന്നത്. അന്ന് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഷിരൂരിൻ്റെ പശ്ചാത്തലത്തിൽ അങ്കോളയിലെ പല നാഷണൽ ഹൈവേ 66 ഇതേ നാഷണൽ ഹൈവേയുടെ തുടർച്ചയാണ് കേട്ടോ, NH66 ആണ്. ആ NH6-ൻ്റെ പല ഭാഗങ്ങളിലെയും മല വെട്ടിത്തുരന്നു പോയിരിക്കുന്നത് അശാസ്ത്രീയമായിട്ടാണ്, അവിടെ സ്ലോപ്പുകൾ അശാസ്ത്രീയമായിട്ടാണ് എന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ആരും അതിന് നടപടിയെടുത്തില്ല. കാരണം എന്താ? ഈ പ്രോജക്റ്റുകളുടെ പിന്നിലുള്ള കോൺട്രാക്ടർമാർക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയിലുള്ള അമിതമായ സ്വാധീനം, അവർക്ക് കേന്ദ്ര സർക്കാരുമായിട്ടോ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കുമായിട്ടുള്ള സ്വാധീനം. ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം. പെരിയയിൽ 2022 ഒരു വലിയ പാലം തകർന്നു വീണത് പെരിയയിലെ ആ കൺസ്ട്രക്ഷൻ ഏറ്റെടുത്തിരുന്ന കമ്പനിയുടെ പേരെന്താണെന്ന് അറിയാമോ? മേഘ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്, മേഘ എഞ്ചിനീയറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. എന്താ കമ്പനിയുടെ പ്രത്യേകത? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പൈസ ഇലക്ട്രൽ ബോണ്ടായി BJPക്ക് കൊടുത്ത ഒരു കൺസ്ട്രക്ഷൻ ഏജൻസി ആയിരുന്നു മേഘ എഞ്ചിനീയറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്. എത്രയാണ് കൊടുത്തതെന്നറിയാമോ? 584 കോടി രൂപ ഇലക്ട്രൽ ബോണ്ടായിട്ട് BJPക്ക് കൊടുത്തു. 140 കോടി രൂപ മാർച്ച് മാസം 2023 ഇലക്ട്രൽ ബോണ്ടായിട്ട് കൊടുക്കുന്നു. ഏപ്രിൽ മാസത്തിൽ 14,400 കോടി രൂപയുടെ ബോംബെ ടണൽ പ്രോജക്റ്റ് മേഘയുടെ കൈവെള്ളയിൽ എടുത്തു കൊടുക്കുന്നു. ബോംബെയിലെ തന്നെ ഒരു വലിയ പ്രോജക്റ്റ് നടപ്പിലാക്കാത്തതിൻ്റെ പേരിൽ, അതിൽ കാലതാമസം വരുത്തിയതിൻ്റെ പേരിൽ ഫൈൻ അടിച്ചു കൊടുത്ത ചരിത്രവും ഈ മേഘയ്ക്കുണ്ട്. ആ മേഘ ഏറ്റെടുത്ത പ്രോജക്റ്റാണ് കാസർഗോഡ് പെരിയയിൽ ഒരു വലിയ പാലം തകർന്നു വീണത്. അതിൻ്റെ പേരിൽ ആ മേഘ പ്രൈവറ്റ് ലിമിറ്റഡിനെതിരെ കാര്യമായ നടപടി ഉണ്ടായില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരവും ലഭ്യമല്ല എന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നൽകുന്ന വിവരാവകാശത്തിൽ നൽകുന്ന മറുപടി. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ഈ കുരിയാട് പാതയിൽ ഏകദേശം 200 മീറ്ററോളം വിള്ളലും മണ്ണിടിച്ചിലും ഉണ്ടായ പ്രദേശത്ത് അതിൻ്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന ഒരു കമ്പനിയുണ്ട്. അതിൻ്റെ കോൺട്രാക്ട് എടുത്തിരിക്കുന്ന കമ്പനിയുടെ പേര് KNR കൺസ്ട്രക്ഷൻസ് എന്ന കമ്പനിയാണ്. ആ KNR കൺസ്ട്രക്ഷൻസ് എന്ന കമ്പനിയുടെ ഉടമ എന്ന് പറയുന്നത് നരസിംഹ റെഡ്ഡിയാണ്. തെലങ്കാനയിലെ പഴയ MLA, തെലങ്കാനയിലെ ആ കോൺഗ്രസിൻ്റെ പഴയ MLA ആണ് ഈ നരസിംഹ റെഡ്ഡി എന്ന് പറയുന്നത്. അയാൾ ആണ് ഈ കമ്പനിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്ന് ആ കമ്പനിക്കെതിരെയാണ് നടപടി വരാൻ പോകുന്നത്. കോൺഗ്രസിൻ്റെ പഴയ MLA ആയ നരസിംഹ റെഡ്ഡിയുടെ ചുമതലയിലുള്ള KNR കൺസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന കമ്പനി. ആ കമ്പനിയാണ് അല്ലേ ഇവിടെ ഈ പാലിയേക്കര ടോളും. പ്രേക്ഷകർക്കറിയാമോ ഒരു കാര്യം? നമ്മുടെ ഈ ടോളുകളിലുള്ള ഒരു നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ റൂൾ എന്ന് പറയുന്നത് ഒരു ടോൾ കടന്നു പോകാൻ നിങ്ങൾക്ക് 10 സെക്കൻഡ് സമയമേ പാടുള്ളൂ എന്നാണ് NHA റെഗുലേഷൻ. ഒരു ടോൾ കടന്നു പോകുന്നതിന് 10 സെക്കൻഡ് മാത്രം സമയമേ പാടുള്ളൂ എന്നാണ് NHA റെഗുലേഷൻ. എന്നിട്ട് എന്താ 100 മീറ്ററിലധികം വാഹനങ്ങൾക്ക് ക്യൂ ഉണ്ടാവാൻ പാടില്ല. 100 മീറ്റർ വാഹനങ്ങൾ ക്യൂ വന്നാൽ ഉടൻ തന്നെ എല്ലാ വാഹനങ്ങളെയും ഫ്രീ ഓഫ് ചാർജായിട്ട് കടത്തിവിടണമെന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ടോളിൻ്റെ റൂൾസിലുണ്ട്, റെഗുലേഷനിലുണ്ട്. ഇത് പാലിക്കാതെയാണ് അവിടെയാണ് മണിക്കൂറുകൾ ക്യൂ നിന്ന് പാലിയേക്കര ടോൾ കടന്നു പോകുന്ന സമയത്ത് പാലിയേക്കര ടോൾ ഒറ്റ ദിവസമാണ് നിലച്ചത്.
കളക്ടറുടെ ഉത്തരവിനെ തുടർന്ന്. തൊട്ടടുത്ത ദിവസം ആ ടോൾ കൊടുത്തു തുടങ്ങുന്ന അവസ്ഥയുണ്ടായി. ആരാ സ്വാധീനം? ഈ മണിക്കൂറുകൾ ക്യൂ നിന്ന് പോകുന്ന സാധാരണ യാത്രക്കാരൻ്റെ ആവശ്യം പരിഗണിക്കാതെ കോടികൾ ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ഈ ടോൾ നിർത്തിക്കൊടുക്കാതിരിക്കാൻ ഇടപെട്ടിരിക്കുന്നത് ആരാ? അന്വേഷിക്കപ്പെടേണ്ടതാണ്. ഇതെല്ലാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വഴിവിട്ട നീക്കങ്ങളുടെ തുടർച്ച കൂടിയാണ്. ഇവിടെ എന്താ സംഭവിച്ചത്? എംബാങ്ക്മെന്റ് കൃത്യമായിട്ട് നടന്നില്ല. പാഡി ഫീൽഡാണ്, വെറ്റ് ഫീൽഡാണ്. അവിടെ കൃത്യമായിട്ട് ബിറ്റുമിൻ കോൺക്രീറ്റ് വേണം. ആ ബിറ്റുമിൻ കോൺക്രീറ്റ് ഉപയോഗിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പഠന റിപ്പോർട്ടിൽ മനസ്സിലാക്കിയിരിക്കുന്നത്. അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നതേ ഉള്ളൂ. അതിൽ വിദഗ്ധ സംഘം പറയുന്നത് അവിടെ കൃത്യമായിട്ട് ബിറ്റുമിൻ കോൺക്രീറ്റ് വേണ്ട അളവിൽ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. വലിയൊരു അപകടമല്ലേ ഒഴിവായത്? തിരക്കുള്ള സമയത്താണ് ഇത് ഇടിഞ്ഞു വീണിരുന്നതെങ്കിൽ, വാഹനങ്ങളുടെ പുറത്താണ് ഒഴിഞ്ഞു വീണിരുന്നതെങ്കിൽ, ബസ്സിൻ്റെ പുറത്താണ് ഇത് വീണിരുന്നതെങ്കിൽ എത്ര അപകടം അവിടെ ഉണ്ടാകുമായിരുന്നു? ആര് ഉത്തരവാദിത്വം ഏറ്റെടുക്കുമായിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോഴും അർജുൻ്റെ കുടുംബത്തിന് ആ രീതിയിലുള്ള നഷ്ടപരിഹാരമൊന്നും അവിടുത്തെ കൺസ്ട്രക്ഷൻ കമ്പനി കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചുരുക്കത്തിൽ ഈ പാതയിൽ പാളിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം തീർച്ചയായും കേന്ദ്ര സർക്കാരിൻ്റെ NHAIക്കുണ്ട്. NHAI ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്ന കമ്പനിക്കുണ്ട്. അതുകൊണ്ടും തീരുന്നില്ല. പ്രാദേശികമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് കൃത്യസമയത്ത് ഗവൺമെൻറ്റിനെ അറിയിക്കുക എന്നുള്ളത് അതാത് പ്രാദേശിക നേതാക്കളുടെയും MLAമാരുടെയും ആവശ്യമായിരുന്നു. അത് ഏകോപിപ്പിക്കേണ്ട ഉത്തരവാദിത്വത്തിൽ നിന്ന് PWDക്ക് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല. ശരിയാണ്, PWDക്ക് NHAIയുടെ നിർമ്മാണ പ്രവർത്തനത്തിൽ ഒരു സേയുമില്ല, ഒരു തരത്തിലുള്ള സേയുമില്ല. അതിൽ കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിൽ സേയില്ല, അഡ്വൈസറി ആയിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല, ഏതെങ്കിലും തരത്തിൽ എഞ്ചിനീയർമാരെ ഉപദേശിക്കാൻ കഴിയില്ല, അവർക്കെതിരെ നടപടിയെടുക്കാൻ കഴിയില്ല, അതൊന്നും കഴിയില്ല. അത് പൂർണ്ണമായിട്ടും NHAIയുടെ കോൺട്രാക്റ്റൊക്കെ കൊടുത്തിരിക്കുന്നതാണ്. പക്ഷേ ഈ കാര്യങ്ങൾ കൃത്യമായി ധരിപ്പിക്കുകയും അത് പബ്ലിക് ഫോറത്തിലൂടെ തന്നെ ധരിപ്പിക്കുകയും ചെയ്യാം. പക്ഷേ ഇവിടെ എന്താ പറ്റിയത്? ആ വലിയ വേഗത്തിൽ ഈ പണി പൂർത്തിയാക്കണം എന്നുള്ളതിൻ്റെ ധൃതിയിൽ ഈ കാര്യങ്ങൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡായി. അത് കണ്ടില്ലെന്ന് നടിക്കുകയോ അത് ശ്രദ്ധിക്കാതെ പോവുകയോ ചെയ്തു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു, പാതയിൽ പാളിയോ എന്ന ചോദ്യത്തിന് പാതയിൽ പാളി. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലെ മഴ വലിയ വെല്ലുവിളിയാവും. ഒറ്റ ദിവസത്തെ മഴയിലാണ് കൂരിയാട് ഇത് സംഭവിച്ചതെങ്കിൽ, 7 വിള്ളലുകൾ ഉണ്ടായതെങ്കിൽ, കാലവർഷം വരാൻ പോകുമ്പോൾ ഇനി പാതയിൽ എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയണം. ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക്. പാതയിൽ പാളിയോ എന്നാണ് ചോദ്യം. സുജയ, നാഷണൽ ഹൈവേ 66 നമ്മൾ ഓരോ ദിവസവും ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഓരോ സ്ഥലത്ത് വിള്ളൽ കണ്ടെത്തുന്ന സാഹചര്യമാണ്. പാതയിൽ പാളിയോ? പാളിയിട്ടുണ്ട്. കാരണം ദേശീയപാത എന്നതിനൊപ്പം നടുക്ക് നമ്മളൊരു ഇൻവെർട്ടഡ് കോമയിൽ ദുരന്തവും കൂടി ഇട്ട് എഴുതി കാണിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും ഇത് പരിഹരിച്ചില്ല എങ്കിൽ എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം. നമ്മൾ കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയുടെ ഒരു തുടർച്ചയായുള്ള കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പാതയാണ്. അതിൽ കംപ്ലീഷനിലേക്ക് എത്തിയത് എത്രത്തോളം ഭാഗമാണ് എന്നതുകൂടി നമ്മൾ നോക്കണമല്ലോ. 24 റീച്ചുകളുണ്ട്. അതിൽ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ടുള്ള കോൺട്രാക്റ്റുകളാണ്. അതിൽ സ്ഥലമേറ്റെടുക്കൽ അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് വിശദീകരിച്ചല്ലോ. അപ്പോൾ 2020 സ്ഥലമേറ്റെടുക്കൽ പൂർത്തിയായ 6 ലെയിൻ പ്ലസ് സർവീസ് റോഡ് എന്നുള്ള ഈ ഒരു പ്രോജക്റ്റിൽ 6 എണ്ണം ഇതിനകം തന്നെ 6 റീച്ചുകൾ ചെയ്ത് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒരു 5 എണ്ണമാണ് ഒരു 80% ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2025 അവസാനമാകുമ്പോഴേക്കും പൂർത്തിയാക്കും. കംപ്ലീഷൻ വേണ്ടി കണക്കാക്കിയിരിക്കുന്ന ഒരു പീരീഡ് 2025 അവസാനമാണ്. ആ ഒരു സമയക്രമം വെച്ചുകൊണ്ട് പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് ഇപ്പോൾ ഈ ഒരു വലിയ അപകടത്തിലേക്ക് പോയത്. കാരണം ഈ പൂർത്തിയാക്കിയ 6 റീച്ചുകളുടെ കാര്യം ഞാൻ എടുത്തു നോക്കി, അവിടെയൊന്നും ഒരു വിള്ളലുമില്ല. ഈ പണി പൂർത്തിയാക്കിയിട്ടിരിക്കുന്ന ഭാഗത്തല്ല ഈ വിള്ളലുകൾ. ഈ 80% ഭാഗങ്ങളിലാണ് ഇപ്പോൾ ഈ അപകടങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് 100%ലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഇവിടെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മഴ വരുന്നു, അതിനു മുൻപ് തീർക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. ഇവിടെ ഈ കാസർഗോഡ് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ, കാസർഗോഡ് ഈ ദേശീയപാത നിർമ്മാണ മേഖലയിലുള്ള അപകട ഭീഷണി നിൽക്കുന്ന 2 പ്രധാനപ്പെട്ട കുന്നുകളുണ്ട്. വീരമലക്കുന്നും അതുപോലെ തന്നെ മട്ടലായി കുന്നും. ഈ മട്ടലായി കുന്നിൽ ഈ മാസം 12-ാം തീയതിയാണ് ഈ ദേശീയപാത നിർമ്മാണത്തിനായി വന്ന ഒരു തൊഴിലാളി മണ്ണിടിഞ്ഞു വീണ് മരിച്ചത്. അതുകൂടി നമ്മൾ പറഞ്ഞു പോകണം. പശ്ചിമ ബംഗാൾ സ്വദേശി മുത്തലിബ് മീർ എന്ന 18 വയസ്സുള്ള ഒരാളാണ് മരിച്ചത്. അതേക്കുറിച്ച് നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ഹൈദരാബാദിനോട് എങ്ങനെയാണ് ഈ തൊഴിലാളിയുടെ മരണം സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, ഈ മേഘ കമ്പനിയുടെ എഞ്ചിനീയർ ആയിട്ടുള്ള സുനിൽ കൊടുത്ത റെസ്പോൺസ്, ആ സമയത്ത് കൊടുത്ത റെസ്പോൺസ് എന്ന് പറയുന്നത്, ഈർപ്പമുള്ള മണ്ണ് കവർ ചെയ്യുന്ന രീതിയിൽ ക്ലിപ്പ് റോഡ് കൊണ്ടുവന്നിട്ട് കോൺക്രീറ്റ് കൊണ്ട് റീറ്റെയിനിങ് വാൾ കൊണ്ടുവന്നു. മുകളിൽ സോയിൽ നെയിലിങ്ങും താഴെ കോൺക്രീറ്റ് റീറ്റെയിനിങ് വാളും ചെയ്തു. ഈ റീറ്റെയിനിങ് വാള് പൂർത്തിയാക്കാൻ സാധിച്ചില്ല കമ്പനിക്ക് എന്നുള്ളതാണ്. അത് ഓപ്പൺ അഡ്മിഷനാണ്. ആ തൊഴിലാളി മരിച്ച സമയത്ത് പറഞ്ഞതാണ് ആ റീറ്റെയിനിങ് വാൾ ഞങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. അപ്പോൾ പല ഭാഗങ്ങളിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പകുതി പൂർത്തിയാക്കി വെച്ചിരിക്കുന്നത് ഈ റീറ്റെയിനിങ് വാളാണ്. അവിടെ നിന്നാണ് ഇത് ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇടിയുന്ന എല്ലാ ഭാഗത്തും എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഒരു ഭാഗത്ത് പൂർത്തിയാക്കിയതിനു ശേഷം ഒരു ഗ്യാപ്പിൽ
പണിയാതെ ഇട്ടിരിക്കുന്ന ഭാഗങ്ങളുണ്ട്. അവിടെ നിന്നാണ് ഇപ്പോൾ മണ്ണ് ഇടിഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നത്. അത് ഒരു പൊതു പ്രതിഭാസമായിട്ട് കണ്ട് അത് വിലയിരുത്തേണ്ടതുണ്ട് NHAI എന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. മാത്രമല്ല ലോക്കൽ ഇൻപുട്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ NHAIയുടെ രാജ്യം മുഴുവനുമുള്ള ഈ ഒരു റോഡ് നിർമ്മാണത്തിൽ, പാത നിർമ്മാണത്തിൽ അവർ പലപ്പോഴും പല കറക്ഷൻസ് നേരത്തെ ഉണ്ടായിരുന്ന DPR അല്ലെങ്കിൽ പ്ലാനിൽ നിന്നും ഡീവിയേഷൻ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഡീവിയേഷൻ വരുത്തുന്നത് എങ്ങനെയാണ്? ലോക്കൽ ഇൻപുട്ട് അനുസരിച്ചുകൊണ്ട് അഡീഷണൽ ആയിട്ടുള്ള അണ്ടർ പാസസ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഓവർ പാസസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ സാധ്യമാകുന്ന ഒരു സാഹചര്യമൊക്കെ NHAIക്കുണ്ട്. അപ്പോൾ ഇവിടെ ഇനിയാണെങ്കിലും ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ. ഒരു ദുരന്തബാധയായി മാറാതിരിക്കാനായി ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന 6 റീച്ചുകളിലേ പൂർത്തിയായിട്ടുള്ളൂ. ബാക്കിയുള്ള 18 എണ്ണമുണ്ട്. ആ 18 എണ്ണത്തിലും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടാണോ നടക്കുന്നത് എന്നുള്ളത് ഉറപ്പാക്കണം എന്നുള്ളതാണ് NH-66 കാര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇതിൽ തലപ്പാടി മുതൽ കാരോട് വരെയുള്ള ഭാഗങ്ങളിൽ ഒരു ഇൻസ്പെക്ഷനാണ് അടിയന്തരമായി നടക്കേണ്ടത്. ദേശീയപാതയുടെ ഭാഗത്ത് നിന്ന് പ്രോജക്ട് ഡയറക്ടർ അടക്കം മുൻകൈ എടുത്തുകൊണ്ട് നടത്തേണ്ടത് ഒരു ഇൻസ്പെക്ഷനാണ്. പലയിടങ്ങളിലും പണി നടക്കുന്നുണ്ട്. അവിടെ കരാറുകാരുടെ ഭാഗത്ത് നിന്ന് ഈ സമയക്രമം പാലിക്കുന്നതിന് വേണ്ടി ചില വഴിവിട്ട നീക്കങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് സ്വാഭാവികമായി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു സ്ഥലത്തല്ലല്ലോ, പലയിടങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. വിള്ളലും അതുപോലെ തന്നെ സർവീസ് റോഡുകളുടെ നാശനഷ്ടങ്ങളും എല്ലാം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 ലൈൻ റോഡുകളായി പതിറ്റാണ്ടുകളായി നമ്മൾ കണ്ട ഇടത്തു നിന്നാണ് NH-554 കുറിച്ച് നേരത്തെ മെൻഷൻ ചെയ്ത് പോയതുകൊണ്ട് ഞാൻ അതുകൂടി പറയാം. NH-554 വാളയാർ ടു എറണാകുളം, ഈ കുതിരാൻ തുരങ്കപാതയടക്കം ആ റോഡിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ സാറും കണ്ടിട്ടുണ്ടാവുമല്ലോ, ആ വഴിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എവിടെയെങ്കിലും വിള്ളലുണ്ടോ? NH-554 സമയമെടുത്താണ് കുതിരാൻ ഭാഗത്ത് ഇടിഞ്ഞു താന്നിരുന്നു. ഞാൻ പറയാം. അതിനുശേഷം അവിടെ NHAI അവിടെ സൈറ്റ് വിസിറ്റ് നടത്തുകയും അത് ക്ലിയർ ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. ഞാൻ 2025 മെയിലെ കണ്ടീഷനാണ് പറയുന്നത്. അവിടെ ആകെ ഒരേ ഒരു മലയേ ഉണ്ടായിരുന്നുള്ളൂ, അത് കുതിരാൻ. ഞാൻ റോഡിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ വീരമലക്കുന്നുണ്ട്, മട്ടലായിക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കുന്നുകളുണ്ട്. അപ്പോൾ ഈ ആ പ്രദേശത്തെക്കുറിച്ച് NH-66 ഞാൻ വരാം. ഇവിടെ NH-544 NHAIയുടെ കരാർ ഏറ്റെടുക്കുന്ന ഇതുപോലെ തന്നെയുള്ള കരാറുകാർ തന്നെയാണ് ഈ കരാർ ഏറ്റെടുക്കുകയും പണി പൂർത്തിയാക്കുകയും ചെയ്തത്. ഇവിടെ പക്ഷേ സംഭവിച്ചിരിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ NH-66 NH-544 ലക്ഷറി ഇല്ല. കാരണം ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആണ്. NH-544 അത്രയും ഒരു ഡെൻസായിട്ടുള്ളൊരു പോപ്പുലേഷൻ ഉള്ള ഒരു ഏരിയയിലൂടെയല്ല പല ഭാഗങ്ങളും കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ പാത നിർമ്മാണത്തിന് ഇത്രയും പ്രതിസന്ധി അവർ നേരിട്ടിട്ടില്ല. ഇവിടെ ടൗണുകളുടെ ഒരു കിടപ്പ് കൂടി നോക്കണം. ടൗണുകൾ ഒരു 10-15 കിലോമീറ്റർ ഇടവിട്ട് വലിയ ടൗണുകളുള്ള ഒരു മേഖലയാണ് NH-66 ഭാഗത്ത്. പ്രത്യേകിച്ച് മലബാർ ഭാഗം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആണ്. അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് നോക്കേണ്ടത്. അവിടെ ഞാൻ നേരത്തെ നിങ്ങളൊക്കെ സൂചിപ്പിച്ച ഒരു കാര്യത്തോട് പൂർണ്ണമായും യോജിക്കുകയാണ്. കാരണം മണ്ണിടിച്ചിലും വിള്ളലും ഉണ്ടാകുമ്പോൾ അവിടെ റോഡ് നിർമ്മാണത്തിൻ്റെ ശാസ്ത്രീയതയാണ് സംശയത്തിൽ വരുന്നത്. ആ കരാറുകാരുടെ നിർമ്മാണ പ്രവൃത്തിയിലെ അപാകതകൾക്കൊപ്പം തന്നെ ശാസ്ത്രീയമായ രീതിയാണോ അവിടെ അവലംബിച്ചത് എന്നുള്ള ഒരു ചോദ്യം അവിടെ വരുന്നുണ്ട്. ഇവിടെ അടിത്തറ ഉറപ്പിക്കാതെ മണ്ണിട്ട് നികത്തിയത് കൊണ്ട് ഇപ്പോൾ ദേശീയപാത അതോറിറ്റി നിയോഗിച്ച വിദഗ്ധരുടെ ഫൈൻഡിങ്ങിൽ പ്രാഥമിക റിപ്പോർട്ട് തയ്യാറായിട്ടുണ്ട്. അത് വെള്ളിയാഴ്ചയ്ക്കകം കോടതിയിലും കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ അവർ നടത്തുന്ന പരിശോധനകൾക്കൊപ്പം തന്നെ അതിൽ അടിത്തറ ഭദ്രമായി ഉറപ്പിക്കാതെ മണ്ണിട്ട് നികത്തി അങ്ങനെ വെള്ളം ഇറങ്ങി വിള്ളൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ വിള്ളൽ കണ്ട പ്രദേശങ്ങളിൽ മാത്രമല്ല മറ്റിടങ്ങളിലും സാധ്യതയുണ്ട് എന്നൊരു ഫൈൻഡിങ്ങിലേക്ക് അവർ എത്തുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് ഒരു ജിയോ ടെക്നിക്കൽ സർവേ പലയിടങ്ങളിൽ ഇപ്പോൾ പണി നടക്കാൻ പോകുന്ന ഇടങ്ങളിൽ മണ്ണിൻ്റെയും പാറയുടെയും ഘടന, അതുപോലെ തന്നെ ഭൂഗർഭ ഉറവകളുടെ സാന്നിധ്യം, പ്രത്യേകിച്ചും മഴക്കാലത്താണ് ഇനി ബാക്കി പണി ചെയ്യാനുള്ളത്. അപ്പോൾ ഈ തരം, ഗുണനിലവാരം, അതുപോലെ തന്നെ ബെയറിംഗ് കപ്പാസിറ്റി എത്രത്തോളമുണ്ട്, ഭൂഗർഭ ജലത്തിൻ്റെ സാന്ദ്രത, അതുപോലെ തന്നെ അത് എങ്ങനെയാണ് അത് സ്ഥിതി ചെയ്യുന്നത്, അതിൻ്റെ ഘടന എന്താണ്, അങ്ങനെയുള്ളൊരു ജിയോ ടെക്നിക്കൽ സർവേയിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു റിപ്പോർട്ടിലേക്ക് പോകാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. അങ്ങനെ മാത്രമേ ഇപ്പോൾ നമ്മൾ ഈ റോഡിൽ ഇങ്ങനെ കാണുന്ന ആശങ്ക, അതിപ്പോൾ ഈ വിള്ളലുണ്ടായ പ്രദേശത്തൊക്കെ ബസ് നിർത്തി അവിടെ നിന്ന് ആളുകൾ ഇറങ്ങിപ്പോയി മറുഭാഗത്ത് നിൽക്കുന്ന മറ്റൊരു ബസ്സിൽ കയറി പോകുന്ന ദൃശ്യങ്ങളൊക്കെ ഇന്ന് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. അപ്പോൾ അങ്ങനെ ബ്രേക്ക് ചെയ്ത് ഈ ആശങ്കയെ നമുക്ക് നിർത്താൻ കഴിയില്ല. ഈ റോഡിലൂടെ നമുക്ക് അതിവേഗ സഞ്ചാരത്തിനാണല്ലോ 8 മണിക്കൂർ എടുക്കുന്ന ഇടത്ത് 2.5 മണിക്കൂർ കൊണ്ട് എത്താനാണ് ഈ പാത പണിയുന്നത്. അപ്പോൾ എന്തായാലും ഇക്കാര്യത്തിൽ അണക്കെട്ട് നിർമ്മാണം പോലെയുള്ള ഉറപ്പോടെയുള്ള ഒരു പൈലിംഗ്, ബലപ്പെടുത്തൽ അതൊക്കെ ഉണ്ടാകേണ്ടതാണ്. വയൽ നികത്തിയാൽ അപകടമാണ് എന്ന് നേരത്തെ മാഡം സൂചിപ്പിച്ചല്ലോ. അവിടെ കൂരിയാട്, കൊളപ്പുറം, കുറ്റൂർ പാടശേഖരങ്ങളുണ്ട്, വേങ്ങരത്തോടും അതുപോലെ തന്നെ കൈതത്തോടുമുണ്ട്. അതേക്കുറിച്ചൊക്കെ ഇപ്പോൾ ഈ ബഹളം വെക്കുന്ന അവിടുത്തെ MLA ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവൊക്കെ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല എന്നൊരു ചോദ്യം കൂടിയുണ്ട്. എല്ലാ മുഹമ്മദ് റിയാസിനെ മാത്രം കുറ്റം പറയുമ്പോൾ ഇപ്പുറത്ത് UDF പ്രതിഷേധവുമായി നിൽക്കുമ്പോൾ എത്രമാത്രം ഈ വിഷയങ്ങൾ ബോധ്യപ്പെടുത്താൻ അവിടെ നിന്നുള്ള MLA-മാർ ശ്രമിച്ചിട്ടുണ്ട്. ഈ തോടിൻ്റെയൊക്കെ ഘടന അവർക്ക് നന്നായി അറിയാമല്ലോ. കുറേ വോട്ട് ചോദിച്ച് അതിലേക്ക് ഒരു 10-40 വർഷമായി നടക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് അറിയിച്ചില്ല അല്ലെങ്കിൽ അതിൽ ഇടപെട്ടില്ല, ഇപ്പോൾ വന്ന് മുതലക്കണ്ണീർ ഒഴുക്കുന്നതാണോ എന്ന ഒരു സംശയം കൂടി ജനങ്ങൾക്ക് തോന്നും. പാതയിൽ പാളിയിട്ടുണ്ട്, അത് പരിഹരിക്കാൻ NHAIക്ക് കഴിയണം. പാതയിൽ പാളിയോ എന്നായിരുന്നു ചോദ്യം. പാതയിൽ പാളി എന്ന് തന്നെയാണ് 5 പേരുടെയും അഭിപ്രായം. Meet the editors.